മാസ്റ്റർ കീ അക്കാദമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ക്ലാസ് LPUPയുടെ മുൻവർഷ ചോദ്യങ്ങളും അനുബന്ധ വസ്തുതകളുമാണ്. നമ്മൾ ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, 6 മലയാളിക്ക് 100 മലയാളം, അരമലയാളിക്ക് 1 മലയാളം, ഒരു മലയാളിക്കും മലയാളമില്ല. അപ്പൊ എന്താണ്? 6 മലയാളിക്ക് 100 മലയാളം, അരമലയാളിക്ക് 1 മലയാളം, ഒരു മലയാളിക്കും മലയാളമില്ല. കുറിക്കൊള്ളുന്ന ഈ വരികൾ ആരുടേതാണ് എന്നാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ NN കക്കാട്, ചെമ്മനം ചാക്കോ, കുഞ്ഞുണ്ണി, സച്ചിദാനന്ദൻ. ഒന്നാമത്തെ ഓപ്ഷൻ NN കക്കാട്, 2 ചെമ്മനം ചാക്കോ, 3 കുഞ്ഞുണ്ണി, 4 എന്താണ്? സച്ചിദാനന്ദൻ. അപ്പൊ ഇതിന്റെ ആൻസർ കുഞ്ഞുണ്ണിയാണ്. എന്താണ്? കുഞ്ഞുണ്ണി. നോക്കിക്കേ, 6 മലയാളിക്ക് 100 മലയാളം, അരമലയാളിക്കും 1 മലയാളം, ഒരു മലയാളിക്കും മലയാളമില്ല. ആരുടെ വരികളാണ്? കുഞ്ഞുണ്ണി മാഷിന്റെ വരികളാണ്. നമുക്ക് കുറച്ച് വരികൾ നോക്കാം. ഇതെല്ലാം കുഞ്ഞുണ്ണി മാഷിന്റെ വരികളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. ഓക്കെ ഓക്കെ അപ്പം കുഞ്ഞുണ്ണി മാഷിന്റെ വരികളാണ് നമ്മൾ നോക്കുന്നത്. കപട ലോകത്തിൽ എന്നുടെ കാപ്പട്യം, സകലരും കാണുന്നതാണെൻ പരാജയം. നമ്മത്തെ വരി നോക്കിക്കേ, കപട ലോകത്തിൽ എന്നുടെ കാപ്പട്യം, സകലരും കാണുന്നതാണെൻ പരാജയം. ആരുടെ വരികളാണ്? കുഞ്ഞുണ്ണി മാഷിന്റെ വരികളാണ്. ഓക്കെ, തലയും തറയും മുറയും ചേർന്നുണ്ടായാൽ തലമുറ നന്നായിടും. തലയും തറയും മുറയും ചേർന്നുണ്ടായാൽ തലമുറ നന്നായിടും. ഇതും കുഞ്ഞുണ്ണി മാഷിന്റെ വരികളാണ്. പൂച്ച നല്ല പൂച്ച, വൃത്തിയുള്ള പൂച്ച. പൂച്ച നല്ല പൂച്ച, വൃത്തിയുള്ള പൂച്ച. ഓക്കെ, അടുത്ത വരികളാണ്. ജീവിതം നല്ലതാണല്ലോ, മരണം ചീത്തയാകയാൽ. ജീവിതം നല്ലതാണല്ലോ, മരണം ചീത്തയാകയാൽ. ഒരു വളപ്പൊട്ടുണ്ടെൻ കയ്യിൽ, ഒരു മയിൽപീലിയുണ്ടെന്നുള്ളിൽ, വിരസ നിമിഷങ്ങൾ സരസമാക്കാൻ ഇവ ധാരാളമാണ് എനിക്കിന്നും. ആരുടെ വരികളേത്? കുഞ്ഞുണ്ണി മാഷിന്റെ വരികളാണ്. ചോദിക്കാൻ കൊള്ളാവുന്നതാണ്. ഒരു വളപ്പൊട്ടുണ്ടെൻ കയ്യിൽ, ഒരു മയിൽപീലിയുണ്ടെന്നുള്ളിൽ, വിരസ നിമിഷങ്ങൾ സരസമാക്കാൻ ഇവ ധാരാളമാണ് എനിക്കിന്നും. അടുത്ത നോക്കിക്കേ, ഞാൻ എൻ്റെ മീശ ചുമന്നതിൻ്റെ കൂലി ചോദിക്കാൻ ഞാൻ എന്നോട് ചെന്നപ്പോൾ ഞാൻ എന്നെ തല്ലുവാൻ വന്നു. എന്നൊക്കെ, ഞാൻ എൻ്റെ മീശ ചുമന്നതിൻ്റെ കൂലി ചോദിക്കാൻ ഞാൻ എന്നോട് ചെന്നപ്പോൾ ഞാൻ എന്നെ തല്ലുവാൻ വന്നു. ആരുടെ വരികളാ? കുഞ്ഞുണ്ണി മാഷിന്റെ വരികളാണ്. അടുത്ത് നോക്കിയേ, എനിക്കുണ്ടൊരു ലോകം, നിനക്കുണ്ടൊരു ലോകം, നമുക്കില്ലൊരു ലോകം. ആരുടെ വരികളാണ്? അതും കുഞ്ഞുണ്ണി മാഷിന്റെയാണ്. ഇത് വേറൊരു വരികളാണ് കേട്ടോ. കാലമില്ലാതാകുന്നു, ദേശമില്ലാതാകുന്നു, കവിതേ നീ എത്തുമ്പോൾ. അതും ആരുടെ വരികളാണ്? കുഞ്ഞുണ്ണി മാഷിന്റെ വരികളാണ്. അപ്പം എനിക്കുണ്ടൊരു ലോകം, നിനക്കുണ്ടൊരു ലോകം, നമുക്കില്ലൊരു ലോകം. ആരുടെ വരികളാണ്? കുഞ്ഞുണ്ണി മാഷിന്റെ വരികളാണ്. കാലമില്ലാതാകുന്നു, ദേശമില്ലാതാകുന്നു, കവിതേ നീ എത്തുമ്പോൾ. ആരുടെ വരികളാണ്? അതും കുഞ്ഞുണ്ണി മാഷിന്റെ വരികളാണ് കേട്ടോ. അപ്പം അടുത്ത് നോക്കിക്കേ, പൊക്കമില്ലാത്തതാണെന്റെ പൊക്കം. ആരുടെ വരികളാണ്? പൊക്കമില്ലാത്തതാണെന്റെ പൊക്കം. അതും കുഞ്ഞുണ്ണി മാഷിന്റെ വരികളാണ്. യേശുവിലാണെന്റെ വിശ്വാസം, യേശുവിലാണൻ വിശ്വാസം, കീശയിലാണൻ ആശ്വാസം. യേശുവിലാണൻ വിശ്വാസം, കീശയിലാണൻ ആശ്വാസം. ആരുടെ വരികളാണ്? അതും കുഞ്ഞുണ്ണി മാഷിന്റെ വരികളാണ്. 56 അക്ഷരമല്ല, 51 അക്ഷരമല്ല എൻ്റെ മലയാളം, മലയാളം എന്ന 4 അക്ഷരവുമല്ല, അമ്മ എന്നൊരൊറ്റ അക്ഷരമാണ്, മണ്ണെന്നൊരൊറ്റ അക്ഷരമാണ് എൻ്റെ മലയാളം. ആരുടെ വരികളാ? കുഞ്ഞുണ്ണി മാഷിന്റെ വരികളാണ്. 56 അക്ഷരമല്ല, 56 അക്ഷരമല്ല, 51 അക്ഷരമല്ല എൻ്റെ മലയാളം, മലയാളം എന്ന 4 അക്ഷരവുമല്ല, അമ്മ എന്നൊരൊറ്റ അക്ഷരമാണ്, മണ്ണെന്നൊരൊറ്റ അക്ഷരമാണ് എൻ്റെ മലയാളം. ആരുടെ വരികളാണ്? കുഞ്ഞുണ്ണി മാഷിന്റെ വരികളാണ്.
വായിച്ചാൽ വളരും, വായിച്ചില്ലേലും വളരും. വായിച്ചാൽ വളരും, വായിച്ചില്ലേലും വളരും. വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും. ആരുടെ വരികളാ? കുഞ്ഞുണ്ണി മാഷിന്റെ വരികളാണ്. അപ്പൊ ഇത്രയും വരികള് ആരുടെ വരികളാണ്? കുഞ്ഞുണ്ണി മാഷിന്റെ പ്രധാനപ്പെട്ട വരികളാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. അപ്പൊ ഒന്നും കൂടെ നമുക്കത് നോക്കാം. അപ്പൊ ആദ്യത്തെ എന്തായിരുന്നു? 6 മലയാളിക്ക് 100 മലയാളം, അരമലയാളിക്കും 1 മലയാളം, ഒരു മലയാളിക്കും മലയാളമില്ല. ആരുടെ വരികളാണ്? കുഞ്ഞുണ്ണി മാഷിന്റെ വരികളാണ്. കപട ലോകത്തിൽ എന്നുടെ കാപട്യം. വരികൾ കർത്താക്കൾ എന്നുള്ളതിനകത്ത് കുഞ്ഞുണ്ണി മാഷിന്റെ വരികളാണ് നമ്മൾ ഈ പറയുന്നത് കേട്ടോ. കുഞ്ഞുണ്ണി മാഷിന്റെ വരികളാണ്. ഓക്കെ, അപ്പൊ നോക്കിക്കേ. കപട ലോകത്തിൽ എന്നുടെ കാപട്യം സകലരും കാണുന്നതാണെൻ പരാജയം. അത് കുഞ്ഞുണ്ണി മാഷിന്റെയാണ്. കപട ലോകത്തിൽ ആത്മാർത്ഥമായ ഒരു ഹൃദയം ഉണ്ടായതാണെൻ പരാജയം. അത് ആരുടെയാ? ചങ്ങമ്പുഴയുടെ വരികളാണ് കേട്ടോ. ഓക്കെ, അപ്പൊ കപട ലോകത്തിൽ എന്നുടെ കാപട്യം സകലരും കാണുന്നതാണെൻ പരാജയം. തലയും തറയും മുറയും ചേർന്നുണ്ടായാൽ തലമുറ നന്നായിടും. പൂച്ച നല്ല പൂച്ച, വൃത്തിയുള്ള പൂച്ച. അടുത്ത എന്താണ്? ജീവിതം നല്ലതാണല്ലോ, മരണം ചീത്തയാകയാൽ. ഒരു വളപ്പൊട്ടുണ്ടെൻ കയ്യിൽ, ഒരു മയിൽപ്പീലിയുണ്ടെന്നുള്ളിൽ. വിരസ നിമിഷങ്ങൾ സരസമാക്കാൻ ഇവ ധാരാളമാണെനിക്കിന്നും. ഞാൻ എൻ്റെ മീശ ചുമന്നതിൻ്റെ കൂലി ചോദിക്കാൻ ഞാൻ എന്നോട് ചെന്നപ്പോൾ ഞാൻ എന്നെ തല്ലുവാൻ വന്നു. അടുത്തത്, എനിക്കുണ്ടൊരു ലോകം, നിനക്കുണ്ടൊരു ലോകം, നമുക്കില്ലൊരു ലോകം. കാലമില്ലാതാകുന്നു, ദേശമില്ലാതാകുന്നു, കവിതേ നീ എത്തുമ്പോൾ ഞാനുമില്ലാതാകുന്നു. കവിതേ നീ എത്തുമ്പോൾ ഞാനുമില്ലാതാകുന്നു. എവിടം വരെയാണേ? പൊക്കമില്ലാത്തതാണെന്റെ പൊക്കം. ആരുടെയാണ്? കുഞ്ഞുണ്ണി മാഷിന്റെ വരികളാണ്. യേശുവിലാണെൻ വിശ്വാസം, കീശയിലാണെൻ ആശ്വാസം. അടുത്ത വരികൾ നോക്കാം. 56 അക്ഷരമല്ല, 51 അക്ഷരമല്ല എൻ്റെ മലയാളം. മലയാളം എന്ന 4 അക്ഷരവുമല്ല, അമ്മ എന്ന ഒരൊറ്റ അക്ഷരമാണ്. മണ്ണ് എന്നൊരൊറ്റക്ഷരമാണ് എൻ്റെ മലയാളം. വായിച്ചാൽ വളരും, വായിച്ചില്ലേലും വളരും. വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും. ആരുടെ വരികളാ? കുഞ്ഞുണ്ണി മാഷിന്റെ വരികളാണ്. ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ കുറച്ച് വരികൾ കുഞ്ഞുണ്ണി മാഷുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് വരികളാണ് പറഞ്ഞത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. കേരളം മോപ്പസാങ് എന്നറിയപ്പെടുന്നത് ആരാണെന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. വൈക്കം മുഹമ്മദ് ബഷീർ ഉണ്ട്, പി കേശവദേവ്, കാരൂര്, തകഴി. നമുക്ക് നോക്കാം ആരാണ് കേരളം മോപ്പസാങ്. തകഴിയാണ് അല്ലെ. ഈ വൈക്കം മുഹമ്മദ് ബഷീർ പിന്നെ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ബേപ്പൂർ സുൽത്താൻ എന്നാണ്. അപ്പൊ ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്നത് വൈക്കം മുഹമ്മദ് ബഷീർ ആണ്. കാരൂരിനെ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? അധ്യാപക കഥാകൃത്ത് എന്നാണ് അറിയപ്പെടുന്നത്. ഇനി പി കേശവദേവിനെ അറിയപ്പെടുന്നു എതിർപ്പിന്റെ കഥാകാരൻ എന്നാണ് അറിയപ്പെടുന്നത്. എതിർപ്പിന്റെ കഥാകാരൻ. എതിർപ്പ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആത്മകഥയാണ്. അപ്പൊ എതിർപ്പിന്റെ കഥാകാരൻ ആരാണ്? പി കേശവദേവാണ് അല്ലെ. തകഴി നമ്മൾ കുട്ടനാടിന്റെ കഥാകാരൻ എന്ന് അറിയപ്പെടുന്നു. കുട്ടനാടിന്റെ ഇതിഹാസകാരൻ എന്നോ കഥാകാരൻ എന്നൊക്കെ അറിയപ്പെടുന്നു. ഒപ്പം നമ്മൾ എങ്ങനെ അറിയപ്പെടുന്നു? കേരള മോപ്പസാങ് എന്ന് അറിയപ്പെടുന്നു. നമുക്ക് നോക്കാം. നമുക്ക് കുറച്ച് വിശേഷണങ്ങളൊന്ന് നോക്കാം. ബേപ്പൂർ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീർ, അധ്യാപക കഥാകൃത്ത് കാരൂർ നീലകണ്ഠപിള്ള, എതിർപ്പിന്റെ കഥാകാരൻ പി കേശവദേവ്, കേരള കാളിദാസൻ, കേരള വർമ്മ, വലിയ കോയിത്തമ്പുരാൻ, കേരള പാണിനി. കേരള പാണിനി എന്നറിയപ്പെടുന്ന ആരാണ്? AR രാജരാജവർമ്മയാണ്. കേരള പാണിനി ആരാണ്? AR രാജരാജവർമ്മ. കേരള വാൽമീകി, ടാഗോർ, ടെന്നിസൺ, പൂങ്കുയിൽ എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ്? വള്ളത്തോളാണ്. അപ്പൊ കേരള വാൽമീകി, കേരള ടാഗോർ, കേരള ടെന്നിസൺ, കേരള പൂങ്കുയിൽ എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ്? വള്ളത്തോൾ. അപ്പൊ ബേപ്പൂർ സുൽത്താൻ ആരാ? വൈക്കം മുഹമ്മദ് ബഷീർ. അധ്യാപക കഥാകൃത്ത് കാരൂർ നീലകണ്ഠപിള്ള, എതിർപ്പിന്റെ കഥാകാരൻ പി കേശവദേവ്, കേരള കാളിദാസൻ, കേരള വർമ്മ, വലിയ കോയിത്തമ്പുരാൻ, കേരള പാണിനി AR രാജരാജവർമ്മ, കേരള വാൽമീകി, ടാഗോർ, ടെന്നിസൺ, പൂങ്കുയിൽ എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ്? വള്ളത്തോളാണ്. ഓക്കെ, അടുത്ത
കേരള ഇബ്സൻ. കേരള ഇബ്സൻ എന്നറിയപ്പെടുന്നത് എൻ കൃഷ്ണപിള്ള. കേരള ഇബ്സൻ എന്നറിയപ്പെടുന്ന ആരാണ്? എൻ കൃഷ്ണപിള്ളയാണ്. കേരള ഹെമിംഗ്വേ. കേരള ഹെമിംഗ്വേ MT വാസുദേവൻ നായർ. കേരള ഹെമിംഗ്വേ എന്നറിയപ്പെടുന്ന ആരാണ്? MT വാസുദേവൻ നായർ. കേരള ജോൺ ഗന്ധർ SK പൊറ്റക്കാട്. കേരള ജോൺ ഗന്ധർ എന്നറിയപ്പെടുന്നത് SK പൊറ്റക്കാട്. കേരള പുഷ്കിൻ ONV. കേരള പുഷ്കിൻ ആരാണ്? ONV. കേരള ഓർഫ്യൂസ് ചങ്ങമ്പുഴ. കേരള ചോസർ ചീരാമകവി. കേരള ഓർഫ്യൂസ് ആരാണ്? ചങ്ങമ്പുഴയാണ്. കേരള ചോസർ ആരാണ്? ചീരാമകവി ആണ്. അപ്പൊ കേരള ഇബ്സൻ ആരാണ്? എൻ കൃഷ്ണപിള്ള. കേരള ഹെമിംഗ്വേ MT വാസുദേവൻ നായർ. കേരള ജോൺ ഗന്ധർ SK പൊറ്റക്കാട്. കേരള പുഷ്കിൻ ONV. കേരള ഓർഫ്യൂസ് ചങ്ങമ്പുഴ. കേരള ചോസർ ചീരാമകവി. കേരള ഹോമർ. കേരള ഹോമർ അയ്യപ്പിള്ള ആശാൻ. കേരള ഹോമർ ആരാണ്? അയ്യപ്പിള്ള ആശാനാണ്. കേരള നെരൂദയോ? K സച്ചിദാനന്ദൻ. കേരള നെരൂദ ആരാണ്? K സച്ചിദാനന്ദൻ. കേരള ക്രൂഷ്ചേവ്. കേരള ക്രൂഷ്ചേവ് എന്നറിയപ്പെടുന്നത് MN ഗോവിന്ദൻ നായരാണ്. കേരള ക്രൂഷ്ചേവ് ആരാ? MN ഗോവിന്ദൻ നായർ. കേരള സ്കോട്ട് CV രാമൻ പിള്ള. കേരള സ്കോട്ട് CV രാമൻ പിള്ള. കേരള എമിലി ബ്രോണ്ടി. കേരള എമിലി ബ്രോണ്ടി എന്നറിയപ്പെടുന്നത് ആരാണ്? രാജലക്ഷ്മിയാണ്. കേരള എമിലി ബ്രോണ്ടി ആരാണ്? രാജലക്ഷ്മി. കേരള എലിയറ്റ്. കേരള എലിയറ്റ് NN കക്കാടാണ്. കേരള എലിയറ്റ് ആരാ? NN കക്കാട്. കേരള ശ്രീഹരി, ശ്രീഹർഷൻ, സ്പെൻസർ എന്നൊക്കെ ഉള്ളൂർ അറിയപ്പെടുന്നു കേട്ടോ. അപ്പം ഉള്ളൂര്, കേരള ശ്രീഹരി, ശ്രീഹർഷൻ, സ്പെൻസർ എന്നൊക്കെ അറിയപ്പെടുന്ന, സ്പെൻസർ എന്ന് മറ്റൊരു വ്യക്തി കൂടെ അറിയപ്പെടുന്നുണ്ട് എന്ന് പറയുന്നു. എന്നാലും സ്പെൻസർ നമ്മൾ ഊഹിക്കുക. ഉള്ളൂർ. കേരള ശ്രീഹരി, ശ്രീഹർഷൻ, സ്പെൻസർ എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ്? ഉള്ളൂരാണ്. കേരള മൈക്കോവിസ്കി. കേരള മൈക്കോവിസ്കി എന്നറിയപ്പെടുന്നത് കെടാമംഗലം പപ്പുക്കുട്ടിയാണ്. കേരള മൈക്കോവിസ്കി ആരാണ്? കെടാമംഗലം പപ്പുക്കുട്ടിയാണ്. ഓക്കെ. ഇപ്പൊ കേരള ശ്രീഹരി, ശ്രീഹർഷൻ, സ്പെൻസർ, ഉള്ളൂര്. കേരള മൈക്കോവിസ്കി എന്നറിയപ്പെടുന്നത് കെടാമംഗലം പപ്പുക്കുട്ടിയാണ്. കേരള എമിലി ബ്രോണ്ടി എന്നറിയപ്പെടുന്നത് രാജലക്ഷ്മി. എലിയറ്റ് ആരാണ്? NN കക്കാടാണ്. കേരള എമിലി ബ്രോണ്ടി രാജലക്ഷ്മി. കേരള സ്കോട്ട് CV രാമൻ പിള്ള. കേരള ക്രൂഷ്ചേവ് MN ഗോവിന്ദൻ നായർ. അതുപോലെ കേരള നെരൂദ K സച്ചിദാനന്ദൻ. കേരള ഹോമർ ആരാണ്? അയ്യപ്പിള്ള ആശാനാണ്. കേരള സ്പെൻസറിന്റെ നിരണത്തി രാമപ്പണിക്കർ എന്നും പറയപ്പെടുന്നുണ്ട് കേട്ടോ. നിരണത്തി രാമപ്പണിക്കർ സ്പെൻസർ ആണെന്നും പറയപ്പെടുന്നുണ്ട്. ഓക്കെ. അടുത്ത് കേരള മാർക്ക് ട്വെയിൻ. കേരള മാർക്ക് ട്വെയിൻ വേങ്ങിയിൽ കുഞ്ഞിരാമൻ നയിനാറാണ്. കേരള മാർക്ക് ട്വെയിൻ ആരാണ്? വേങ്ങിയിൽ കുഞ്ഞിരാമൻ നയിനാർ. കേരള ക്ഷേമേന്ദ്രൻ വടക്കുംകൂർ രാജരാജവർമ്മയാണ്. കേരള ക്ഷേമേന്ദ്രൻ ആരാ? വടക്കുംകൂർ രാജരാജവർമ്മ. ക്ഷേമേന്ദ്രൻ. ഓക്കെ. അടുത്ത നോക്കിയേ, കേരള വ്യാസൻ. കേരള വ്യാസൻ എന്നറിയപ്പെടുന്ന കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ്. അതുപോലെ കേരള തുളസീദാസൻ എന്നറിയപ്പെടുന്നത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പാണ്. കേരള തുളസീദാസൻ ആരാണ്? വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. കേരള യോഗീശ്വരൻ എന്നറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമികളാണ്. അപ്പൊ കേരള മാർക്ക് ട്വെയിൻ ആരാ? വേങ്ങിയിൽ കുഞ്ഞിരാമൻ നയിനാറാണ്. കേരള ക്ഷേമേന്ദ്രൻ വടക്കുംകൂർ രാജരാജവർമ്മ. കേരള വ്യാസൻ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. കേരള തുളസീദാസൻ വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. കേരള യോഗീശ്വരൻ ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. ഓക്കെ. കേരള സൈഗാള്. കേരള സൈഗാൾ എന്ന് രണ്ടുപേരെ പറയുന്നുണ്ട്. ആദ്യം അറിയപ്പെട്ടത് P പരമേശ്വരൻ നായർ ആയിരുന്നു കേട്ടോ. അപ്പൊ കേരള സൈഗാൾ എന്ന് P പരമേശ്വരൻ നായരെ അറിയപ്പെട്ടു. പിന്നീട് പാപ്പക്കുട്ടി ഭാഗവതരെയും കേരള സൈഗാൾ എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. കേരള സൂർദാസ് ആരാണ്? പൂന്താനമാണ്. കേരള സൂർദാസ് ആരാണ്? പൂന്താനം. കേരള സോക്രട്ടീസ്, കേരള സാമുവൽ ജോൺസൺ എന്നൊക്കെ അറിയപ്പെടുന്നത് കേസരി A ബാലകൃഷ്ണ പിള്ളയാണ്. അപ്പൊ കേരള സൈഗാള് അതൊക്കെയാണ്. ആദ്യം അറിയപ്പെട്ടത് P പരമേശ്വരൻ നായരും രണ്ടാമത് പാപ്പക്കുട്ടി ഭാഗവതരെയും അറിയപ്പെടുന്നുണ്ട്. കേരള സൂർദാസ് എന്നറിയപ്പെടുന്നത് പൂന്താനമാണ്. കേരള സോക്രട്ടീസ്, കേരള സാമുവൽ ജോൺസൺ എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ്? കേസരി A ബാലകൃഷ്ണ പിള്ളയാണ്. അപ്പം നമ്മൾ കേരള എന്ന് ചേർന്ന് വരുന്ന കുറച്ച് വിശേഷണങ്ങളാണ് ഇവിടെ പറഞ്ഞത്. കേരള എന്ന് മാത്രമല്ല അല്ലാതുള്ള വിശേഷണങ്ങളുണ്ട്. ഇവിടെ നമ്മൾ കേരള എന്ന് തുടങ്ങുന്ന വിശേഷണങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ,
ചുവടെ കൊടുത്തിരിക്കുന്നതിൽ നപുംസക ലിംഗം ഏത് എന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. പശു, മേശ, ആൺകുട്ടി, കാള. നപുംസക ലിംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്ത്രീലിംഗമാണോ പുല്ലിംഗമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. പശു തന്നിട്ടുണ്ട്, ആൺകുട്ടി, കാള, മേശ. അപ്പം ഏതാണ്? മേശ എന്നുള്ളതാണ് അല്ലെ. നമ്മളിത് ഒരുപാട് ക്ലാസ്സുകളിലായിട്ട് ലിംഗം വചനം എന്ന് പറഞ്ഞൊരു ഭാഗം എടുത്തു തന്നിട്ടുണ്ട്. അപ്പം നമ്മള് അതിലെ ലിംഗം എന്ന് പറയുന്ന ഒരു ഭാഗത്ത് പറയുന്നതാണ്, ലിംഗം വചനം എന്ന് പറയുന്ന ഒരു ഭാഗത്ത് ലിംഗം എന്നുള്ളതാണ് എടുത്ത് പറയുന്നത്. അതിൽ ഒന്നാം ലിംഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നാമം സ്ത്രീയാണോ പുരുഷനാണോ നപുംസകമാണോ എന്ന് കാണിക്കുന്നതാണ് ലിംഗം. സ്ത്രീയെ കുറിക്കുന്ന നാമശബ്ദത്തെ നമ്മൾ സ്ത്രീലിംഗം എന്ന് പറയുന്നു. സ്ത്രീലിംഗത്തിന്റെ പ്രത്യയം എന്താണ്? ഈ ആണ്. പെൺകുട്ടി, അധ്യാപിക എന്നൊക്കെ പറയുമ്പോൾ സ്ത്രീലിംഗ ശബ്ദമാണെങ്കിലും പ്രത്യയം എന്ത് വരും? ഈ ആണെന്നാണ് നമ്മൾ പഠിക്കുന്നത്. അടുത്തത് പുരുഷനെ കുറിക്കുന്ന നാമശബ്ദത്തെ പറയുന്ന പേര് പുല്ലിംഗം എന്നാണ്. പുല്ലിംഗത്തിന്റെ പ്രത്യയം എന്താണ്? അൻ എന്നാണ്. പുല്ലിംഗത്തിന്റെ പ്രത്യയം എന്താണ്? അൻ എന്നാണ്. അപ്പൊ ആൺകുട്ടി, അധ്യാപകൻ, മിടുക്കൻ എന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് വരും, പുല്ലിംഗ ശബ്ദത്തില് വരും. സ്ത്രീലിംഗമാണോ പുല്ലിംഗമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്തതിനെ പറയുന്ന പേരാണ് എന്തുവാ? നപുംസക ലിംഗം എന്ന് പറയുന്നത്. ഈ നപുംസക ലിംഗത്തിന്റെ പ്രത്യയം അം അല്ലെങ്കിൽ ത് എന്നാണ് വരുന്നത്. ഓർത്തിരിക്കണമേ, അം അല്ലെങ്കിൽ ത് എന്നാണ് വരുന്നത്. ഉദാഹരണം പറയാം. മരം, കുളം, അത് എന്നൊക്കെ പറയുമ്പോൾ അതെന്താണ്? നപുംസക ലിംഗ ശബ്ദത്തില് വരുന്നതാണ്. അപ്പം ഓർത്തിരിക്കുക. ഇപ്പൊ ചുവടെ കൊടുത്തിരിക്കുന്ന നപുംസക ലിംഗ ശബ്ദം ഏതാണെന്നാണ് ചോദിച്ചത്. അതിന്റെ ആൻസർ എന്താണ്? മേശ എന്നുള്ളതാണ് അല്ലെ. അപ്പൊ സ്ത്രീയെ കുറിക്കുന്ന നാമശബ്ദത്തെ സ്ത്രീലിംഗം എന്നും പുരുഷനെ കുറിക്കുന്ന നാമശബ്ദത്തെ പുല്ലിംഗം എന്നും സ്ത്രീലിംഗമാണോ പുല്ലിംഗമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്തതിനെ നപുംസക ലിംഗം എന്നും പറയുന്നു. സ്ത്രീലിംഗത്തിന്റെ പ്രത്യയം ഈയ്, പുല്ലിംഗത്തിന്റെ പ്രത്യയം അന്, നപുംസക ലിംഗത്തിന്റെ പ്രത്യയം എന്താണ്? അമ്മല്ലെങ്കിൽ എന്നാണ്. ക്ലിയർ ആയല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. മലയാളത്തോടൊപ്പം മറ്റേത് ഭാഷകൾ കൂടിച്ചേർന്നാണ് മണിപ്രവാളം രൂപപ്പെട്ടിട്ടുള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മലയാളത്തോടൊപ്പം മറ്റേത് ഭാഷകൾ കൂടിച്ചേർന്നാണ് മണിപ്രവാളം രൂപപ്പെട്ടത്? അപ്പോൾ തമിഴ്, തെലുങ്ക്, സംസ്കൃതം, ഇംഗ്ലീഷ്. അപ്പം മണിപ്രവാളം സംസ്കൃതവുമായിട്ട് ചേർന്നതാണ്. അപ്പം മണിപ്രവാളം മലയാളവും സംസ്കൃതവും ചേർന്നതാണ് എന്നു പറയുന്നത് മണിപ്രവാളം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് മണിപ്രവാളം പ്രസ്ഥാനത്തെ കുറിച്ച് ഒന്ന് പറഞ്ഞു പോകാം. അപ്പം മണിപ്രവാള പ്രസ്ഥാനമാണ് നമ്മൾ പറയുന്നത്. 13-ാം നൂറ്റാണ്ടിൽ മലയാള സാഹിത്യത്തിൽ രൂപം കൊണ്ട കാവ്യപ്രസ്ഥാനമാണ് മണിപ്രവാള പ്രസ്ഥാനം. 13-ാം നൂറ്റാണ്ടിൽ മലയാള സാഹിത്യത്തിൽ രൂപം കൊണ്ട കാവ്യപ്രസ്ഥാനം. മലയാളവും സംസ്കൃതവും കൂടിക്കലർന്ന സങ്കര ഭാഷയാണ് മണിപ്രവാളം. അപ്പം മലയാളവും സംസ്കൃതവും കൂടിക്കലർന്ന സങ്കര ഭാഷയാണ് എന്ന് പറയുന്നത് മണിപ്രവാളം എന്ന് പറയുന്നത്. ഭാഷാ സംസ്കൃത യോഗോ മണിപ്രവാളം എന്നാണ് ലീലാ തിലകകാരൻ മണിപ്രവാളത്തിന് ലക്ഷണം പറഞ്ഞിരിക്കുന്നത്. അപ്പം മണിപ്രവാളത്തിന്റെ ലക്ഷണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭാഷാ സംസ്കൃത യോഗോ മണിപ്രവാളം. ഇത് ആരാണ് അങ്ങനെ പറഞ്ഞത്? ലീലാ തിലകകാരൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ലീലാ തിലകം രചിച്ച വ്യക്തിയാണ് ലീലാ തിലകകാരൻ എന്ന് അറിയപ്പെടുന്നത്. അപ്പം നോക്കിക്കേ, അതാരാണെന്ന് ഇന്ന് വരെ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പൊ 13-ാം നൂറ്റാണ്ടിൽ മലയാള സാഹിത്യത്തിൽ രൂപം കൊണ്ട കാവ്യപ്രസ്ഥാനമാണ് മണിപ്രവാള പ്രസ്ഥാനം. മലയാളവും സംസ്കൃതവും കൂടിക്കലർന്ന സങ്കര ഭാഷയാണ് മണിപ്രവാളം. ഭാഷാ സംസ്കൃത യോഗോ മണിപ്രവാളം എന്നാണ് ലീലാ തിലകകാരൻ മണിപ്രവാളത്തിന് ലക്ഷണം പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയോ? നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. മണിപ്രവാളം എന്ന വാക്കിന്റെ അർത്ഥം എന്താ? മണിപ്രവാളം എന്ന വാക്കിന്റെ അർത്ഥം മുത്തും പവിഴവും എന്നാണ്. അപ്പൊ മണിപ്രവാളം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? മുത്തും പവിഴവും എന്നാണ്. മണിപ്രവാളത്തിലെ മണി സൂചിപ്പിക്കുന്നത് മലയാള ഭാഷയെയാണ്. മണിപ്രവാളത്തിലെ മണി സൂചിപ്പിക്കുന്നത് മലയാള ഭാഷയും ഇനി പ്രവാളം എന്നുള്ളത് എന്താണ്? അത് സംസ്കൃത ഭാഷയുമാണ് അല്ലേ. അപ്പൊ മുത്തും പവിഴം എന്നുള്ളതിനകത്ത് മുത്ത് എന്ന് പറയുന്നത് എന്താണ്? അത് മലയാളവും, പവിഴം എന്ന് പറയുന്നത് സംസ്കൃതവുമാണ്. ഓക്കെ, ആദ്യത്തെ സമ്പൂർണ്ണ മണിപ്രവാള കൃതി
മണിപ്രവാള കൃതി ഏതാണ്? വൈശിക തന്ത്രമാണ്. ആദ്യത്തെ സമ്പൂർണ്ണ മണിപ്രവാള കൃതിയാണ് വൈശിക തന്ത്രം. പ്രാചീന മണിപ്രവാളത്തിലെ അവസാന കൃതിയാണ് ചന്ദ്രോത്സവം. പ്രാചീന മണിപ്രവാളത്തിലെ അവസാന കൃതി ഏതാണ്? ചന്ദ്രോത്സവം ആണ്. അപ്പൊ മണിപ്രവാള പ്രസ്ഥാനത്തെ കുറിച്ചാണ് പറഞ്ഞത്. 13ാം നൂറ്റാണ്ടിലെ മലയാള സാഹിത്യത്തിൽ രൂപം കൊണ്ട കാവ്യ പ്രസ്ഥാനമാണ്. മലയാളവും സംസ്കൃതവും കൂടെ കൂടിക്കലർന്ന ഒരു സങ്കര ഭാഷയാണ് എന്തെന്ന് പറയുന്നത്? മണിപ്രവാളം എന്ന് പറയുന്നത്. ഭാഷാ സംസ്കൃത യോഗോ മണിപ്രവാളം എന്നാണ് ലീലാ തിലകകാരൻ മണിപ്രവാളത്തിന് നൽകിയിരിക്കുന്ന ലക്ഷണം. മണിപ്രവാളം എന്ന വാക്കിന്റെ അർത്ഥം മുത്തും പവിഴവും. മണിപ്രവാളത്തിലെ മണി സൂചിപ്പിക്കുന്നത് മലയാള ഭാഷയെയാണ്. ആദ്യത്തെ സമ്പൂർണ്ണ മണിപ്രവാള കൃതിയാണ് വൈശിക തന്ത്രം. പ്രാചീന മണിപ്രവാളത്തിലെ അവസാന കൃതിയാണ് ചന്ദ്രോത്സവം. ക്ലിയർ ആയോ? മണിപ്രവാള പ്രസ്ഥാനത്തെ കുറിച്ച് ഒരു ചെറിയ ഒരു കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത്. ക്ലിയർ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അടുത്ത നോക്കിക്കേ, 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വാസനാ വികൃതി എന്ന ചെറുകഥ ആദ്യമായി പ്രസിദ്ധപ്പെടുത്തിയത് ഏത് മാസികയിലാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വാസനാ വികൃതി എന്ന ചെറുകഥ ആദ്യമായി പ്രസിദ്ധപ്പെടുത്തിയത് ഏത് മാസികയിലാണ് അല്ലെ? ഓപ്ഷൻ നോക്കിക്കേ. വിദ്യാവിലാസിനി, വിദ്യാവിനോദിനി, കേരള പത്രിക, ജ്ഞാനോദയം. ഏതാണ്? വിദ്യാവിനോദിനി എന്നാണ്. അപ്പൊ നിങ്ങൾ ഓർത്തിരിക്കുക, വാസനാ വികൃതി അതൊരു ആദ്യത്തെ ചെറുകഥയാണ്. അപ്പൊ വികൃതിയാണ്. അപ്പൊ വികൃതിയൊക്കെ ഒരു വിനോദം പോലൊക്കെ നോക്കുക. അപ്പൊ നമുക്കിത് കിട്ടും. അപ്പൊ വിദ്യാ വിനോദിനി. നമുക്ക് നോക്കാം. മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ വാസനാ വികൃതിയാണ്. 1891 വിദ്യാവിനോദിനി മാസികയിൽ അച്ചടിച്ചു വന്നു. അപ്പൊ എന്നാ അച്ചടിച്ചു വന്നത്? 1891. രചിച്ചത് വേങ്ങയിൽ കുഞ്ഞിരാമൻ നയനാറാണ്. രചിച്ച വ്യക്തിയാണ് ആരാ? വേങ്ങയിൽ കുഞ്ഞിരാമൻ നയനാർ. കേരള മാർക്ക് ട്വെയിൻ എന്ന് അറിയപ്പെടുന്നു. അദ്ദേഹത്തെ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? കേരള മാർക്ക് ട്വെയിൻ എന്നറിയപ്പെടുന്ന ആരാണ്? വേങ്ങയിൽ കുഞ്ഞിരാമൻ നയനാറാണ്. മലയാള ചെറുകഥാ ശാഖയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആരാടെ? വേങ്ങയിൽ കുഞ്ഞിരാമൻ നയനാർ. മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ വാസനാ വികൃതിയാണ്. 1891 വിദ്യാവിനോദിനി മാസികയിലാണ് ഇത് അച്ചടിച്ചു വന്നത്. ഈ വിദ്യാവിനോദിനി മാസികയിലാണ് ഇത് അച്ചടിച്ചു വന്നത്. ഈ ചെറുകഥ രചിച്ചത് വേങ്ങയിൽ കുഞ്ഞിരാമൻ നയനാറാണ്. അദ്ദേഹത്തെ അറിയപ്പെടുന്നത് കേരള മാർക്ക് ട്വെയിൻ എന്നാണ്. മലയാള ചെറുകഥാ ശാഖയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? വേങ്ങയിൽ കുഞ്ഞിരാമൻ നയനാറാണ്. ക്ലിയർ ആയല്ലോ? ഇദ്ദേഹത്തിന്റെ തൂലികാനാമങ്ങളാണ് കേസരി, വജ്രസൂചി, വജ്രബാഹു. അപ്പം കേസരി, വജ്രസൂചി, വജ്രബാഹു എന്നീ തൂലികാനാമങ്ങളിൽ കൃതികൾ രചിച്ച വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? വേങ്ങയിൽ കുഞ്ഞിരാമൻ നയനാർ. കേരള സഞ്ചാരി, കേരള പത്രിക എന്നീ പത്രങ്ങളുടെ പത്രാധിപർ ആയിരുന്നു വേങ്ങയിൽ കുഞ്ഞിരാമൻ നയനാർ. കേരള സഞ്ചാരി, കേരള പത്രിക എന്നീ പത്രങ്ങളുടെ പത്രാധിപരായിരുന്ന വ്യക്തിയാണ് ആരാ? വേങ്ങയിൽ കുഞ്ഞിരാമൻ നയനാർ. അപ്പൊ മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥയാണ് വാസനാ വികൃതി. അച്ചടിച്ചു വന്ന മാസികയാണ് വിദ്യാവിനോദിനി. 1891 അച്ചടിച്ചു വന്നത്. ഇത് രചിച്ചത് വേങ്ങയിൽ കുഞ്ഞിരാമൻ നയനാറാണ്. അദ്ദേഹത്തെ അറിയപ്പെടുന്നത് കേരള മാർക്ക് ട്വെയിൻ എന്നും മലയാള ചെറുകഥാ ശാഖയുടെ പിതാവ് എന്നും അറിയപ്പെടുന്നു. കേരള പത്രിക, കേരള സഞ്ചാരി തുടങ്ങിയ പത്രങ്ങളുടെ പത്രാധിപരായിരുന്നു ആരാ? വേങ്ങയിൽ കുഞ്ഞിരാമൻ നായർ. അദ്ദേഹത്തിന്റെ തൂലികാ നാമങ്ങളായിരുന്നു കേസരി, വജ്രസൂചി, വജ്രബാഹു തുടങ്ങിയവ. ക്ലിയർ ആയല്ലോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 2024 ഏപ്രിൽ മാസത്തിൽ പ്രസിദ്ധീകരണത്തിന്റെ 50ാം വർഷത്തിലെത്തിയ മലയാള നോവൽ ഏത്? 2024 ഏപ്രിൽ മാസത്തിൽ പ്രസിദ്ധീകരണത്തിന്റെ 50ാം വർഷത്തിലെത്തിയ മലയാള നോവൽ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ധർമ്മപുരാണം, മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ, വേരുകൾ, അയൽക്കാർ തുടങ്ങിയവയാണ്.
നമ്മുടെ ആൻസർ എന്താണ്? മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ. 2024 ഏപ്രിൽ മാസത്തിലാണ് പ്രസിദ്ധീകരണത്തിന്റെ 50-ാം വർഷത്തിലെത്തിയത്. അപ്പൊ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്നുള്ളതാണ് ആ നോവല്. നോക്കിയേ, മയ്യഴിപ്പുഴയുടെ തീരങ്ങൾ ഈ നോവലിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പം രചിച്ചത് ആരാണ്? മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്നുള്ള നോവൽ രചിച്ചത് മയ്യഴിപ്പുഴയുടെ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ അല്ലെ നോക്കാം. മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന നോവൽ രചിച്ചത് എം മുകുന്ദനാണ് 1974. മയ്യഴിയുടെ കഥാകാരൻ എന്ന് അറിയപ്പെടുന്നു ആരാ? എം മുകുന്ദൻ. കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതി ആർക്കാണ്? മയ്യഴി, അതായത് എം മുകുന്ദന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതിയാണ് ദൈവത്തിന്റെ വികൃതികൾ. അതൊരു സിനിമയായിട്ടുണ്ട് കേട്ടോ. അപ്പൊ എം മുകുന്ദന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതി ഏതാണ്? ദൈവത്തിന്റെ വികൃതികൾ. മലയാളത്തിലെ ആദ്യത്തെ സൈബർ നോവലായ നൃത്തം രചിച്ചത് ആരാണ്? എം മുകുന്ദനാണ്. മലയാളത്തിലെ ആദ്യത്തെ സൈബർ നോവലായ നൃത്തം രചിച്ചത് എം മുകുന്ദൻ. അപ്പൊ മയ്യഴിപ്പുഴയുടെ തീരങ്ങൾ രചിച്ചത് എം മുകുന്ദനാണ്. 1974 മയ്യഴിയുടെ കഥാകാരൻ എന്ന് അറിയപ്പെടുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. കേരള സാഹിത്യ അക്കാദമി അവാർഡ് അദ്ദേഹത്തിന് നേടിക്കൊടുത്ത കൃതിയാണ് ദൈവത്തിന്റെ വികൃതികള്. മലയാളത്തിലെ ആദ്യ സൈബർ നോവൽ എന്നറിയപ്പെടുന്ന നൃത്തം രചിച്ചത് ആരാണ്? എം മുകുന്ദൻ ആണ്. വയലാർ അവാർഡ് നേടിക്കൊടുത്ത മുകുന്ദന്റെ കൃതിയാണ് കേശവന്റെ വിലാപങ്ങൾ. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. വയലാർ അവാർഡ് നേടിക്കൊടുത്ത മുകുന്ദന്റെ കൃതി സൈബർ നോവൽ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ വയലാർ അവാർഡ് നേടിക്കൊടുത്ത മുകുന്ദന്റെ കൃതിയാണ് കേശവന്റെ വിലാപങ്ങൾ. കേശവന്റെ വിലാപങ്ങൾ എന്ന കൃതിയിലെ കഥാപാത്രം ആരാണ്? EMS ആണ്. അപ്പം ഇതും നമുക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. കേശവന്റെ വിലാപങ്ങൾ എന്ന കൃതിയിലെ കഥാപാത്രം ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട്. EMS. അദ്ദേഹത്തിന്റെ മറ്റ് പ്രധാന കൃതികൾ ഡൽഹി ഗാഥകൾ, ഹരിദ്വാറിൽ മണി മുഴങ്ങുന്നു, ആദിത്യനും രാധയും മറ്റു ചിലരും, പ്രവാസം, കുട നന്നാക്കുന്ന ചോയി. ഇത് ചോദിച്ചിട്ടുണ്ട്. കുട നന്നാക്കുന്ന ചോയി, നൃത്തം ചെയ്യുന്ന കുടകൾ. ഇത് ആരുടെ കൃതിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എം മുകുന്ദന്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. അപ്പൊ നോക്കിക്കേ, എം മുകുന്ദനെ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? മയ്യഴിയുടെ കഥാകാരൻ എന്നാണ്. കേരള സാഹിത്യ അക്കാദമി അവാർഡ് എം മുകുന്ദന് നേടിക്കൊടുത്ത കൃതിയാണ് ദൈവത്തിന്റെ വികൃതികൾ. മലയാളത്തിലെ ആദ്യത്തെ സൈബർ നോവലായ നൃത്തം രചിച്ചതും ആരാണ്? എം മുകുന്ദനാണ്. അതുപോലെ വയലാർ അവാർഡ് നേടിക്കൊടുത്ത എം മുകുന്ദന്റെ കൃതിയാണ് കേശവന്റെ വിലാപങ്ങൾ. കേശവന്റെ വിലാപങ്ങൾ എന്ന കൃതിയിലെ കഥാപാത്രമാണ് EMS. മറ്റ് പ്രധാന കൃതികളാണ് ഡൽഹി ഗാഥകൾ, ഹരിദ്വാറിൽ മണി മുഴങ്ങുന്നു, ആദിത്യനും രാധയും മറ്റു ചിലരും, പ്രവാസം, കുട നന്നാക്കുന്ന ചോയി, നൃത്തം ചെയ്യുന്ന കുടകൾ. ക്ലിയർ ആണല്ലോ. അടുത്ത ശ്രദ്ധിക്കുക. അടുത്ത കൃതിയായിരുന്നു നമുക്ക് അവിടെ തന്നിരുന്നത് ധർമ്മപുരാണം. അടുത്ത ഓപ്ഷനിലുള്ള കൃതിയാണ് ധർമ്മപുരാണം അല്ലെ. ഈ ധർമ്മപുരാണം രചിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് OV വിജയനാണ്. OV വിജയൻ 1977 രചിച്ച കൃതിയാണ് ഏതാ? ധർമ്മപുരാണം. അടിയന്തരാവസ്ഥ പ്രമേയമാക്കി OV വിജയൻ രചിച്ച നോവലാണ് ധർമ്മപുരാണം. അടിയന്തരാവസ്ഥ പ്രമേയമാക്കി OV വിജയൻ രചിച്ച നോവൽ ഏതാണ്? ധർമ്മപുരാണം ആണ്. പാലക്കാടിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? OV വിജയനാണ്. പാലക്കാടിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് OV വിജയൻ. അപ്പൊ ധർമ്മപുരാണം രചിച്ചത് OV വിജയൻ 1977. അടിയന്തരാവസ്ഥ പ്രമേയമാക്കി OV വിജയൻ രചിച്ച നോവലാണ് ധർമ്മപുരാണം. പാലക്കാടിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് OV വിജയൻ. ഓക്കെ, ഇത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കരിപ്പന പട്ടകളിൽ കാറ്റുപിടിക്കുന്ന പോലെ ഞാൻ ചിലപ്പോൾ ചിലതിൽ നഷ്ടപ്പെടുന്നു, അത് പകർത്താൻ ശ്രമിച്ചു എന്ന് മാത്രം.
ഖസാക്കിന്റെ ഇതിഹാസം എന്ന നോവലിന്റെ ആമുഖത്തിൽ OV വിജയൻ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പം നമുക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു: കരിമ്പന പട്ടകളിൽ കാറ്റ് പിടിക്കുന്ന പോലെ ഞാൻ ചിലപ്പോൾ ചിലതിൽ നഷ്ടപ്പെടുന്നു, അത് പകർത്താൻ ശ്രമിച്ചെന്ന് മാത്രം. ഏത് നോവലിസ്റ്റ് ആണ് തൻ്റെ മാസ്റ്റർ പീസ് ആയിട്ടുള്ള കൃതിയുടെ ആമുഖത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്? ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ ആരാണ്? OV വിജയനാണ്. കൃതിയുടെ പേര് ഖസാക്കിന്റെ ഇതിഹാസം അല്ലെ. കരിമ്പനപ്പട്ടകളിൽ കാറ്റ് പിടിക്കുന്ന പോലെ ഞാൻ ചിലപ്പോൾ ചിലതിൽ നഷ്ടപ്പെടുന്നു, അത് പകർത്താൻ ശ്രമിച്ചെന്ന് മാത്രം. ഖസാക്കിന്റെ ഇതിഹാസം എന്ന നോവലിന്റെ ആമുഖത്തിൽ OV വിജയൻ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. കേരള സാഹിത്യ അക്കാദമി അവാർഡും എന്നാണ് 1990 കേരള സാഹിത്യ അക്കാദമി അവാർഡും 1991 വയലാർ അവാർഡ് നേടിക്കൊടുത്ത OV വിജയന്റെ കൃതിയാണ് ഏതാ? ഗുരുസാഗരം. അപ്പൊ കേരള സാഹിത്യ അക്കാദമി അവാർഡും വയലാർ അവാർഡും OV വിജയന് നേടിക്കൊടുത്ത കൃതി ഏതാണ്? ഗുരുസാഗരം ആണ്. ഈ ഗുരുസാഗരം എന്ന കൃതി അതിലെ കഥാപാത്രങ്ങളാണ് കുഞ്ഞുണ്ണിയും ശിവാനിയും. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. കുഞ്ഞുണ്ണി, ശിവാനി ഏത് കൃതിയിലാണ്? ഏത് കൃതിയിലെ കഥാപാത്രങ്ങളാണ്? ഗുരുസാഗരം എന്ന കൃതിയിലെ കഥാപാത്രങ്ങളാണ്. തൂതപ്പുഴയെ പശ്ചാത്തലമാക്കി OV വിജയൻ രചിച്ച കൃതിയാണ് ഗുരുസാഗരം. തൂതപ്പുഴയെ പശ്ചാത്തലമാക്കി OV വിജയൻ രചിച്ച കൃതി ഏതാണ്? ഗുരുസാഗരം ആണ് കേട്ടോ. ഗുരുസാഗരം. അപ്പൊ പ്രധാന കഥാപാത്രങ്ങൾ ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുണ്ണിയും ശിവാനിയുമാണ്. തൂതപ്പുഴയെ പശ്ചാത്തലമാക്കി OV വിജയൻ രചിച്ച കൃതിയാണ് ഗുരുസാഗരം. അതിന്റെ മറ്റ് പ്രധാന കൃതികളാണ് മധുരം ഗായതി, തലമുറകൾ, പ്രവാചകന്റെ വഴി, കടൽ തീരത്ത്. ഈ കടൽ തീരത്ത് എന്നതിനകത്ത് ആരാണ് കഥാപാത്രം? വെള്ളായിയപ്പൻ കഥാപാത്രമാകുന്ന OV വിജയന്റെ നോവലാണ് കടൽ തീരത്ത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പം ശ്രദ്ധിക്കുക, വെള്ളായിയപ്പൻ കഥാപാത്രമാകുന്ന OV വിജയന്റെ കൃതി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കടൽ തീരത്ത് എന്നുള്ളതാണ്. അപ്പൊ ധർമ്മപുരാണം എന്ന് പറയുന്ന കൃതിയെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞ് OV വിജയനിൽ എത്തിയത് അല്ലെ. അപ്പൊ ധർമ്മപുരാണം രചിച്ചത് OV വിജയനാണ്. എന്നാണ് 1977 അടിയന്തരാവസ്ഥ പ്രമേയമാക്കി OV വിജയൻ രചിച്ച നോവലാണ് ധർമ്മപുരാണം. ഇദ്ദേഹത്തെ അറിയപ്പെടുന്നത് പാലക്കാടിന്റെ കഥാകാരൻ എന്ന് ആണ്. കരിമ്പനപ്പട്ടകളിൽ കാറ്റ് പിടിക്കുന്ന പോലെ ഞാൻ ചിലപ്പോൾ ചിലതിൽ നഷ്ടപ്പെടുന്നു, അത് പകർത്താൻ ശ്രമിച്ചെന്ന് മാത്രം. ഖസാക്കിന്റെ ഇതിഹാസം എന്ന നോവലിൽ OV വിജയൻ അതിന്റെ ആമുഖത്തിലാണ് ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കേരള സാഹിത്യ അക്കാദമി അവാർഡും വയലാർ അവാർഡും OV വിജയൻ നേടിക്കൊടുത്ത കൃതിയാണ് ഗുരുസാഗരം എന്ന കൃതിയിലെ പ്രധാന കഥാപാത്രങ്ങളാണ് കുഞ്ഞുണ്ണിയും ശിവാനിയും. തൂതപ്പുഴയെ പശ്ചാത്തലമാക്കി OV വിജയൻ രചിച്ച കൃതിയാണ് ഗുരുസാഗരം. അതിന്റെ മറ്റ് പ്രധാന കൃതികളാണ് മധുരം ഗായതി, തലമുറകൾ, പ്രവാചകന്റെ വഴി, കടൽ തീരത്ത്. വെള്ളായിയപ്പൻ കഥാപാത്രമാണ് കടൽ തീരത്ത്. ഇവിടെ വരെയാണ് കേട്ടോ കടൽ തീരത്ത്. അപ്പൊ വെള്ളായിയപ്പൻ കഥാപാത്രമാകുന്ന OV വിജയന്റെ നോവൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെന്താണ്? കടൽ തീരത്ത് എന്ന് പറയുന്ന നോവലാണ്. ക്ലിയർ ആയല്ലോ? അടുത്ത നോക്കിക്കേ, അടുത്ത കൃതിയാണ് അതിനകത്ത് ഓപ്ഷനിൽ കിടന്ന മറ്റൊരു കൃതിയാണ് വേരുകൾ അല്ലെ. വേരുകൾ രചിച്ചത് ആരാണ്? മലയാറ്റൂരാണ്. വേരുകൾ എന്ന നോവൽ രചിച്ചത് മലയാറ്റൂര്. 1966 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതിയാണ് ഏതാ? വേരുകൾ. വേരുകൾ രചിച്ചത് ആരാണ്? മലയാറ്റൂരാണ്. 1966 ആണ് അദ്ദേഹം ഇത് രചിക്കുന്നത് കേട്ടോ. അപ്പൊ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതി 67, വയലാർ അവാർഡ് ലഭിച്ച കൃതിയാണ് യന്ത്രം. അപ്പം 1966 മലയാറ്റൂര് എന്ത് രചിക്കുന്നത്? വേരുകൾ എന്ന കൃതി രചിക്കുന്നത്. വർഷം 1966. കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വേരുകളാണ്. അപ്പൊ ഇദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതി ഏതാണ്? വേരുകളാണ്. 1967 വയലാർ അവാർഡ് ലഭിച്ച കൃതിയാണ് യന്ത്രം. ക്ലിയർ ആക്കണേ ഇവിടെ. അപ്പൊ വേരുകൾ രചിച്ചത് ആരാണ്? മലയാറ്റൂർ. ഏത് വർഷമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1966. കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതിയാണ് വേരുകൾ. ആർക്കാട്? മലയാറ്റൂരിന് അല്ലേ. 1967 വയലാർ അവാർഡ് ലഭിച്ച കൃതിയാണ് യന്ത്രം.
വർഷം തെറ്റിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 1857 ശിപായി ലഹള പശ്ചാത്തലമാക്കി മലയാറ്റൂർ രചിച്ച നോവലാണ് അമൃതം തേടി. 1857 ശിപായി ലഹള പശ്ചാത്തലമാക്കി മലയാറ്റൂർ രചിച്ച നോവലാണ് അമൃതം തേടി. യക്ഷി, പൊന്നി, നെട്ടൂർ മഠം, ദ്വന്ദ്വയുദ്ധം, ആറാം വിരൽ, സർവീസ് സ്റ്റോറി തുടങ്ങിയവയൊക്കെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. യക്ഷി, പൊന്നി, നെട്ടൂർ മഠം, ദ്വന്ദ്വയുദ്ധം, ആറാം വിരൽ, സർവീസ് സ്റ്റോറി. അപ്പൊ വേരുകൾ രചിച്ചത് ആരാണ്? മലയാറ്റൂർ. ഏത് വർഷം? 1966. അദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതി വേരുകൾ. അദ്ദേഹത്തിന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതിയാണ് യന്ത്രം. 1857 ശിപായി ലഹളയെ പശ്ചാത്തലമാക്കി മലയാറ്റൂർ രചിച്ച നോവലാണ് അമൃതം തേടി. യക്ഷി, പൊന്നി, നെട്ടൂർ മഠം, ദ്വന്ദ്വയുദ്ധം, ആറാം വിരൽ, സർവീസ് സ്റ്റോറി തുടങ്ങിയവയൊക്കെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. അടുത്ത കൃതിയാണ് ഏതാ? അയൽക്കാർ. അടുത്ത ഓപ്ഷനിൽ കടന്ന കൃതിയാണ് ഏതാ? അയൽക്കാർ. ഈ അയൽക്കാർ എന്ന കൃതി രചിച്ചത് ആരാണ്? പി കേശവദേവാണ്. 1963 അയൽക്കാർ രചിച്ചത് ആരാണ്? പി കേശവദേവ്. 1963. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതിയാണ് അയൽക്കാർ. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് പി കേശവദേവിന് നേടിക്കൊടുത്ത കൃതിയാണ് അയൽക്കാർ. ആ കൃതി ഏത് വർഷമായിരുന്നു? 1964 രചിച്ചത്. 1964 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്. രചിച്ച വർഷം 1963. ഇനി അടുത്തത്, ജീവിക്കണമെങ്കിൽ സ്നേഹിക്കാൻ എന്തെങ്കിലും വേണം എന്ന ഉദ്ധരണി ഏത് നോവലിലേതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓടയിൽ നിന്ന് എന്ന നോവലിലേതാണ്. ഇങ്ങനെ പറഞ്ഞത് പപ്പു ആണ്. ഇങ്ങനെ പറഞ്ഞത് ആരാണ്? പപ്പു. ഇതിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളാണ് പപ്പുവും ലക്ഷ്മിയും. അപ്പൊ അയൽക്കാർ രചിച്ചത് ആരാണ്? പി കേശവദേവാണ്. 1963. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കാണ്? പി കേശവദേവിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതിയാണ് അയൽക്കാർ. അത് ഏത് വർഷം? 1964. പിന്നീട് നമ്മൾ പറഞ്ഞ പി കേശവദേവിന്റെ ഒരു പ്രധാനപ്പെട്ട കൃതിയാണ് ജീവിക്കണമെങ്കിൽ സ്നേഹിക്കാൻ എന്തെങ്കിലും വേണം എന്ന ഉദ്ധരണി ഏത് നോവലിലേതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓടയിൽ നിന്ന്. ഇങ്ങനെ പറഞ്ഞത് പപ്പു ആണ്. ഇതിലെ പ്രധാന കഥാപാത്രങ്ങളാണ് ആരൊക്കെ? പപ്പുവും ലക്ഷ്മിയും. ക്ലിയർ ആയല്ലോ? അടുത്തത്, ഒരു തൊഴിലാളി കേന്ദ്ര കഥാപാത്രമാകുന്ന മലയാളത്തിലെ ആദ്യത്തെ നോവലാണ് ഓടയിൽ നിന്ന്. ഇമ്പോർട്ടൻ്റ് ആണ് പോയിന്റ്. ഒരു തൊഴിലാളി കേന്ദ്ര കഥാപാത്രമാകുന്ന മലയാളത്തിലെ ആദ്യത്തെ നോവലാണ് ഓടയിൽ നിന്ന്. ഇദ്ദേഹത്തിന്റെ ആത്മകഥകളാണ് എതിർപ്പ്, തിരിഞ്ഞുനോട്ടം, ഓർമ്മകളുടെ ലോകത്തിൽ. ഏതൊക്കെയാണ് ആത്മകഥകൾ? എതിർപ്പ്, തിരിഞ്ഞുനോട്ടം, ഓർമ്മകളുടെ ലോകത്തിൽ. 1970 അദ്ദേഹത്തിന് നെഹ്റു അവാർഡ് ലഭിച്ചു. അപ്പം 1970 അദ്ദേഹത്തിന് എന്ത് ലഭിച്ചു? നെഹ്റു അവാർഡ് ലഭിച്ചു. അപ്പൊ നോക്കിക്കേ, ഒരു തൊഴിലാളി കേന്ദ്ര കഥാപാത്രമാകുന്ന മലയാളത്തിലെ ആദ്യത്തെ നോവൽ ഏതാണ്? ഓടയിൽ നിന്നെന്ന നോവലാണ്. ഇദ്ദേഹത്തിന്റെ ആത്മകഥകൾ ഏതൊക്കെയാണ്? എതിർപ്പ്, തിരിഞ്ഞുനോട്ടം, ഓർമ്മകളുടെ ലോകത്തില്. 1970 ഇദ്ദേഹത്തിന് നെഹ്റു അവാർഡ് ലഭിച്ചു. ക്ലിയർ ആയോ? ഇദ്ദേഹത്തെ എതിർപ്പിന്റെ കഥാകാരൻ എന്നാണ് അറിയപ്പെടുന്നത്. എങ്ങനെ അറിയപ്പെടുന്നു? എതിർപ്പിന്റെ കഥാകാരൻ. കാരണം അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേര് എന്തൊക്കെയാണ്? 3 ആത്മകഥകൾ ഇദ്ദേഹം രചിച്ചു. എതിർപ്പ്, തിരിഞ്ഞുനോട്ടം, ഓർമ്മകളുടെ ലോകത്തിൽ. അപ്പൊ എതിർപ്പിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? എതിർപ്പിന്റെ കഥാകാരൻ? പി കേശവദേവ്. പി കേശവദേവിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയോ? പുന്നപ്ര വയലാർ സമരത്തെ ആസ്പദമാക്കി പി കേശവദേവ് രചിച്ച നോവലാണ് ഉലക്ക. എന്താണ്? പുന്നപ്ര വയലാർ സമരത്തെ ആസ്പദമാക്കി പി കേശവദേവ് രചിച്ച നോവലാണ് ഉലക്ക. പുന്നപ്ര വയലാർ സമരത്തെ ആസ്പദമാക്കി തകഴി ഒരു നോവൽ രചിച്ചായിരുന്നു. തകഴി രചിച്ച നോവല് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? തലയോട് ആണ്. തകഴി രചിച്ചത് തലയോടും പി കേശവദേവ് രചിച്ചത് എന്താണ്? ഉലക്കയും ആണ് കേട്ടോ. അപ്പൊ പുന്നപ്ര വയലാർ സമരത്തെ ആസ്പദമാക്കിയാണ്. പുന്നപ്ര വയലാർ സമരത്തെ ആസ്പദമാക്കി തകഴി രചിച്ചത് തലയോട്,
പിന്നെ അല്ലാതെ ആരാണ്? പി കേശവദേവ് രചിച്ചത് ഉലക്ക. ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട നോവലുകളാണ് നടി, കണ്ണാടി, ഭ്രാന്താലയം, ആർക്ക് വേണ്ടി, ആദ്യത്തെ കഥ, അധികാരം, വിൽപ്പനക്കാരൻ. അപ്പൊ ഏതൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ? നടി, കണ്ണാടി, ഭ്രാന്താലയം, ആർക്ക് വേണ്ടി, ആദ്യത്തെ കഥ, അധികാരം, വിൽപ്പനക്കാരൻ. ഇതിന് കഥാസമാഹാരങ്ങളുണ്ട്. ദീനാമ, ജീവിതചക്രം, പ്രവാഹം, ഭാവി വരൻ, അന്നത്തെ നാടകം, റെഡ് വാളണ്ടിയർ, യമുന ഏകാഗ്രമായി ഒഴുകുന്നു. കഥാസമാഹാരങ്ങൾ ഏതൊക്കെയാണ്? ദീനാമ, ജീവിതചക്രം, പ്രവാഹം, ഭാവി വരൻ, അന്നത്തെ നാടകം, റെഡ് വോളണ്ടിയർ, യമുന ഏകാഗ്രമായിട്ട് ഒഴുകുന്നു. ഇതൊക്കെ ആരുടെ കൃതികളാണ്? പി കേശവദേവന്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. ഓക്കെ ആണോ? നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ ഇതായിരുന്നു, കലാധരൻ എന്നതിൻ്റെ സമാന പദം അല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കലാധരൻ എന്നതിന് സമാന പദം അല്ലാത്തത് ഏത്? ഓപ്ഷൻ ശ്രദ്ധിക്കുക. രവി, വിധു, മൃഗാങ്കൻ, നിശാധിപതി. അപ്പം നമ്മുടെ ആൻസർ രവി എന്നുള്ളതാണ്. രവി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സൂര്യൻ ആണ്. അപ്പം വിധു, മൃഗാങ്കൻ, നിശാധിപതി ഇതൊക്കെ ചന്ദ്രന്റെ പര്യായ പദങ്ങളായിട്ട് വരുന്നതാണ്. അപ്പൊ കലാധരൻ എന്നതിന് സമാന പദം അല്ലാത്തത് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് രവി എന്നുള്ളതാണ് കേട്ടോ. രവി, കലാധരൻ എന്നതിന് സമാന പദം അല്ലാത്തത് രവി എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് കുറച്ച് പര്യായ പദങ്ങളൊന്ന് ശ്രദ്ധിക്കാം. സൂര്യൻ എന്നുള്ളതിന്റെ പര്യായ പദങ്ങളാണ് ആദിത്യൻ, ദിനകരൻ, പ്രഭാകരൻ, ഇനൻ, അർക്കൻ, പകലോൻ, ദിവാകരൻ, ഭാസ്കരൻ, രവി, മാർത്താണ്ഡൻ, അരുണൻ, ആര്യമാവ്. അപ്പൊ സൂര്യൻ എന്നുള്ളതിന്റെ പര്യായ പദങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പര്യായ പദങ്ങളാണ് പറയുന്നത്, അല്ലെ സമാന പദങ്ങൾ എന്ന് പറയും കേട്ടോ. ഏതൊക്കെയാണ്? സൂര്യൻ, ആദിത്യൻ, ദിനകരൻ, പ്രഭാകരൻ, ഇനൻ, അർക്കൻ, പകലോൻ, ദിവാകരൻ, ഭാസ്കരൻ, രവി, മാർത്താണ്ഡൻ, അരുണൻ, ആര്യമാവ്. അടുത്ത ഹനുമാൻ എന്നുള്ളതിൻ്റെത് മാരുതി, പവനൻ, പവനജൻ, പവനല്ല പവനജൻ, ആഞ്ജനേയൻ. ഹനുമാൻ എന്നുള്ളതിൻ്റെ എന്താ? മാരുതി, പവനജൻ, ആഞ്ജനേയൻ. ഗണപതി എന്നുള്ളതിൻ്റെത് ഏകദന്തൻ, ഗജാനനൻ, ആനമുഖൻ, ലംബോദരൻ, വിനായകൻ. ആരാ? ഗണപതി. ഏകദന്തൻ, ഗജാനനൻ, ആനമുഖൻ, ലംബോദരൻ, വിനായകൻ. അടുത്ത ബ്രാഹ്മണൻ എന്നുള്ളതിൻ്റെത് വിപ്രൻ, അന്തണ്ണൻ, ഭൂദേവൻ, ദ്വിജൻ. ബ്രാഹ്മണൻ എന്നുള്ളതിൻ്റെത് വിപ്രൻ, അന്തണ്ണൻ, ഭൂദേവൻ, ദ്വിജൻ. അപ്പൊ സൂര്യൻ, ആദിത്യൻ, ദിനകരൻ, പ്രഭാകരൻ, ഇനൻ, അർക്കൻ, പകലോൻ, ദിവാകരൻ, ഭാസ്കരൻ, രവി, മാർത്താണ്ഡൻ, അരുണൻ, ആര്യമാവ്. ഹനുമാൻ എന്ത് ചെയ്യോ? മാരുതി, പവനജൻ, ആഞ്ജനേയൻ. ഗണപതി ഏകദന്തൻ, ഗജാനനൻ, ആനമുഖൻ, ലംബോദരൻ, വിനായകൻ. ബ്രാഹ്മണൻ എന്നുള്ളത് വിപ്രൻ, അന്തണൻ, ഭൂദേവൻ, ദ്വിജൻ. അടുത്ത ബ്രഹ്മാവ് കമലാസനൻ, വിധാതാവ്, വിരിഞ്ചൻ, സ്രഷ്ടാവ്, അബ്ജയോനി, സ്വയംഭൂ. ബ്രഹ്മാവ് എന്നുള്ളത് എന്തൊക്കെയാണ്? കമലാസനൻ, വിധാതാവ്, വിരിഞ്ചൻ, സ്രഷ്ടാവ്, അബ്ജയോനി, സ്വയംഭൂ. ഈ വിഷ്ണുവിൻ്റെതോ? നാരായണൻ, കൃഷ്ണൻ, അച്യുതൻ, ദാമോദരൻ, വൈകുണ്ഠൻ, ചക്രപാണി, ജനാർദ്ദനൻ, മുകുന്ദൻ. വിഷ്ണുവിൻ്റെയോ? നാരായണൻ, കൃഷ്ണൻ, അച്യുതൻ, ദാമോദരൻ, വൈകുണ്ഠൻ, ചക്രപാണി, ജനാർദ്ദനൻ, മുകുന്ദൻ. അടുത്ത ശിവൻ ഈശൻ. ഈശൻ, പശുപതി, ശൂലി,
മഹേശ്വരൻ, ശർവൻ, ശങ്കരൻ, പിനാകി, കബർദി, നീലകണ്ഠൻ, ജഗന്നാഥൻ. ശിവന്റെ എന്തൊക്കെയാ? ഈശൻ, പശുപതി, ശൂലി, മഹേശ്വരൻ, ശർവൻ, ശങ്കരൻ, പിനാകി, കബർദി, നീലകണ്ഠൻ, ജഗന്നാഥൻ. അപ്പം അത്രയും പര്യായ പദങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്കൊന്ന് പോകാം. കാഞ്ചനക്കൂടിന്റെ അഴികൾ കൊത്തിമുറിച്ച പഞ്ചവർണ്ണക്കിളി എന്ന് ഡോക്ടർ എം ലീലാവതി വിശേഷിപ്പിച്ച കവി ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കുമാരനാശാൻ, ചങ്ങമ്പുഴ, വള്ളത്തോൾ, പി കുഞ്ഞിരാമൻ നായർ. ആരെയാണ് അങ്ങനെ വിശേഷിപ്പിച്ചത്? വള്ളത്തോളിനെയാണ് വിശേഷിപ്പിച്ചത്. കുറച്ച് വിശേഷിപ്പിച്ച ആൾക്കാരെയും വിശേഷിപ്പിച്ചതും എന്താണ് നമുക്ക് നോക്കാം. പുതുമലയാൺമതൻ മഹേശ്വരൻ എന്ന് എഴുത്തച്ഛനെ വിശേഷിപ്പിച്ചത് വള്ളത്തോൾ. പുതുമലയാൺമതൻ മഹേശ്വരൻ എന്ന് എഴുത്തച്ഛനെ വിശേഷിപ്പിച്ചത് ആരാണ്? വള്ളത്തോളാണ്. വിപ്ലവത്തിന്റെ ശുക്രനക്ഷത്രം എന്ന് കുമാരനാശാനെ വിശേഷിപ്പിച്ചത് ജോസഫ് മുണ്ടശ്ശേരി. വിപ്ലവത്തിന്റെ ശുക്രനക്ഷത്രം എന്ന് ആരെയാണ് കുമാരനാശാനെ വിശേഷിപ്പിച്ചത്? ആരാണ്? ജോസഫ് മുണ്ടശ്ശേരി. പക്ഷിയുടെ ആത്മാവുള്ള കവി എന്ന് ONV വിശേഷിപ്പിച്ചത് PV വേലായുധൻ പിള്ള. പക്ഷിയുടെ ആത്മാവുള്ള കവി എന്ന് ONV വിശേഷിപ്പിച്ചത് PV വേലായുധൻ പിള്ള. അപ്പൊ പുതുമലയാൺമതൻ മഹേശ്വരൻ എന്ന് എഴുത്തച്ഛനെ വിശേഷിപ്പിച്ചത് വള്ളത്തോൾ. വിപ്ലവത്തിന്റെ ശുക്രനക്ഷത്രം എന്ന് കുമാരനാശാനെ വിശേഷിപ്പിച്ചത് ജോസഫ് മുണ്ടശ്ശേരി. പക്ഷിയുടെ ആത്മാവുള്ള കവി എന്ന് ONV വിശേഷിപ്പിച്ചത് PV വേലായുധൻ പിള്ളയാണ്. കാടായി തീർന്ന ഒറ്റ മരത്തിന്റെ ആത്മകഥയാണ് ബഷീറിന്റെ സാഹിത്യം എന്ന് വിശേഷിപ്പിച്ചത് MN വിജയൻ. കാടായി തീർന്ന ഒറ്റ മരത്തിന്റെ ആത്മകഥയാണ് ബഷീറിന്റെ സാഹിത്യം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? MN വിജയനാണ്. രാജലക്ഷ്മിയുടെ കഥകളെ കുറിച്ച് യജ്ഞതീർത്ഥം എന്ന് വിശേഷിപ്പിച്ചത് ഡോക്ടർ M ലീലാവതി. രാജലക്ഷ്മിയുടെ കഥകളെ കുറിച്ച് യജ്ഞതീർത്ഥം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഡോക്ടർ M ലീലാവതിയാണ്. ചങ്ങമ്പുഴയെ ഓർഫ്യൂസ് എന്ന് വിശേഷിപ്പിച്ചതും ഡോക്ടർ M ലീലാവതിയാണ്. അപ്പൊ ചങ്ങമ്പുഴയെ ഓർഫ്യൂസ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഡോക്ടർ M ലീലാവതി. പുതുമലയാൺമതൻ മഹേശ്വരൻ എന്ന് എഴുത്തച്ഛനെ വിശേഷിപ്പിച്ചത് വള്ളത്തോൾ. വിപ്ലവത്തിന്റെ ശുക്രനക്ഷത്രം എന്ന് കുമാരനാശാനെ വിശേഷിപ്പിച്ചത് ജോസഫ് മുണ്ടശ്ശേരി. പക്ഷിയുടെ ആത്മാവുള്ള കവി എന്ന് ONV വിശേഷിപ്പിച്ചത് PV വേലായുധൻ പിള്ള. കാഞ്ചനക്കൂടിന്റെ അഴികൾ കൊത്തിമുറിച്ച പഞ്ചവർണ്ണക്കിളി എന്ന് ഡോക്ടർ M ലീലാവതി വിശേഷിപ്പിച്ചത് ആരെയാണ്? വള്ളത്തോളിനെയാണ്. കാടായി തീർന്ന ഒറ്റമരത്തിന്റെ ആത്മകഥയാണ് ബഷീറിന്റെ സാഹിത്യം എന്ന് പറഞ്ഞത് MN വിജയൻ. രാജലക്ഷ്മിയുടെ കഥകളെ കുറിച്ച് യജ്ഞതീർത്ഥം എന്ന് വിശേഷിപ്പിച്ചത് ഡോക്ടർ M ലീലാവതി. ചങ്ങമ്പുഴയെ ഓർഫ്യൂസ് എന്ന് വിശേഷിപ്പിച്ചത് ഡോക്ടർ M ലീലാവതി. കുമാരനാശാനെ ദിവ്യകോകിലം എന്ന് വിശേഷിപ്പിച്ചത് ഡോക്ടർ M ലീലാവതി. കുമാരനാശാനെ ദിവ്യകോകിലം എന്ന് വിശേഷിപ്പിച്ചത് ഡോക്ടർ M ലീലാവതി. ഏകാന്ത വീതിയിലെ അവധൂതൻ എന്ന് ബഷീറിനെ വിശേഷിപ്പിച്ചത് MK സാനു. ഏകാന്ത വീതിയിലെ അവധൂതൻ എന്ന് ബഷീറിനെ വിശേഷിപ്പിച്ചത് ആരാണ്? MK സാനു. ചങ്ങമ്പുഴയെ നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം എന്ന് വിശേഷിപ്പിച്ചത് MK സാനു. ചങ്ങമ്പുഴയെ നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? MK സാനു ആണ്. കുറച്ച് വിശേഷണങ്ങളാണ് പറഞ്ഞത്. അടുത്ത ക്വസ്റ്റ്യൻ, ശരിയായ പദം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അടിമത്തം, യാദൃച്ഛികം, വിമ്മിഷ്ടം, പ്രവൃത്തി. ഇതിലെ ശരിയായ പദം ഏതാണ്? അടിമത്തമാണ്. ബാക്കിയെല്ലാം തെറ്റാണ്. യാദൃച്ഛികം നമ്മൾ എഴുതുന്നത് യാദൃച്ഛികം, ചായും ഇച്ഛായുമാണ്. അച്ഛന്റെ ഇച്ഛായാണ്. വിമ്മിഷ്ടം തെറ്റാണ്, പകരം വിമ്മിട്ടമാണ് ശരി. ഇനി പ്രവൃത്തി എന്നുള്ളത് തെറ്റാണ്, പ്രവൃത്തി എന്നാക്കണം. ഓക്കെ, നമുക്ക് കുറച്ച് പദങ്ങൾ ഒന്ന് നോക്കാം. പ്രീവിയസ് ആയിട്ട് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള വാക്കുകളൊക്കെയാണ് ഇതൊക്കെ.
വിമ്മിട്ടം. കണ്ടോ വിമ്മിട്ടം എഴുതുന്നത് എങ്ങനെയാണെന്ന്? ഇനി പ്രവൃത്തിയോ കണ്ടല്ലോ, യാദൃച്ഛികം. കവയിത്രി എന്നാണ് എഴുതേണ്ടത്. എങ്ങനെയാണ്? കവയിത്രി. മൂഢൻ, മൂഢന് ഡ അകത്തേക്ക് പോകണം. പീഡനം ആവുമ്പം ഡ അകത്തോട്ട് പോകണ്ട. ആഠ്യതയാണെങ്കിൽ വീണ്ടും ഡയുടെ അകത്തോട്ട് പോകണം. ഓക്കെ, അടുത്ത് നോക്കിക്കേ, അസ്ഥിവാരം. അസ്ഥിവാരം എന്നാൽ അസ്ഥി കൂടോന്ന് പറഞ്ഞപ്പോഴോ സായും ധായും കൂടാണ് വന്നത് അല്ലേ? അസ്തിത്വം, അസ്തപ്രജ്ഞൻ. അസ്ഥിവാരവും അസ്തിത്വവും അസ്തപ്രജ്ഞനും എല്ലാം തായാണ് വരേണ്ടത്. എന്നാൽ അസ്ഥി കൂടവോ അസ്ഥി പഞ്ചരം എന്നൊക്കെ പറയുമ്പോൾ അസ്ഥി നമ്മുടെ അസ്ഥിയാണെന്ന് ഓർക്കുക. ആ രീതിയിൽ ധാ വരണം. ഓക്കെ, അടുത്ത് നോക്കിക്കേ, സമകാലികൻ. അതാണ് ശരി കേട്ടോ. സമകാലീൻ എന്നൊക്കെ പറഞ്ഞ് വരും, തെറ്റാണ്. സമകാലികനാണ് ശരി. ഇനി കൈയെഴുത്ത് എന്ന് എഴുതുമ്പം കൈ എഴുത്ത് ഇവിടെ എന്ത് ചെയ്യില്ല, ഇരട്ടിച്ചൊന്നും എഴുതേണ്ട കാര്യമില്ല. കൈ എഴുത്ത് അങ്ങനെയാണ് എഴുതേണ്ടത് കേട്ടോ. ഓക്കെ, അടുത്ത കൈച്ചെലവ്. കൈച്ചെലവ് എന്ന് പറയുമ്പം അവിടെ ഇച്ഛ എന്ത് ചെയ്യണം, നമ്മൾ കൂട്ടക്ഷരത്തിലാണ് എഴുതേണ്ടത്. എന്നാൽ കയ്യൊപ്പ്, കയ്യാമം, കയ്യാങ്കളി, കയ്യേറ്റം, കയ്യിൽ, കയ്യക്ഷരം ഇതൊക്കെ പറയുമ്പോൾ കൈയെല്ലാം ഒരേ കണക്ക് എഴുതുക. അതിന് യായൊന്നും ഇരട്ടിക്കാതെ വേണം എഴുതേണ്ടത്. മനസ്സിലായോ? അടുത്ത് നോക്കിയേ, വിദ്യുച്ഛക്തി ഒരുപാട് പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുണ്ട്. ചേർത്തെഴുതാൻ ചോദിക്കും, പിരിച്ചെഴുതാൻ ചോദിക്കും, അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. വിദ്യുച്ഛക്തി എപ്പോഴും നമ്മൾ പിരിച്ചെഴുതുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിദ്യുത് അധികം ശക്തി എന്നാണ് പിരിച്ചെഴുതുന്നത്. വിദ്യുത് അധികം ശക്തി എന്നാണ് പിരിച്ചെഴുതുന്നത്. ഓക്കെ, ശരചന്ദ്രൻ എങ്ങനെയാണ് പിരിച്ചെഴുതുന്നത്? ശരചന്ദ്രൻ പിരിച്ചെഴുതുന്നത് ശരത്ത് പ്ലസ് ചന്ദ്രൻ എന്നാണ്. ശരത്ത് പ്ലസ് ചന്ദ്രൻ, ശരത്ചന്ദ്രൻ. കണ്ടോ, ചേർത്ത് എഴുതുമ്പോൾ ഇച്ഛ വരും. അല്ല, പിരിച്ചെഴുതുമ്പോൾ എന്താണ്? ശരത്തധികം ചന്ദ്രൻ എന്നാണ്. ഹരിചന്ദ്രൻ. ഹരിചന്ദ്രൻ എഴുതുമ്പം ഷായും ചായും കൂടാണ് എഴുതേണ്ടത്. ഇനി ഭഗവത്ഗീതയോ? ഭഗവത്ഗീതയാണെങ്കിൽ ദായാണ് എഴുതേണ്ടത്. ദാ നമ്മൾ പക്ഷെ പിരിച്ചെഴുതുമ്പോൾ നമ്മൾ ഭഗവത് പ്ലസ് ഗീത എന്നാണ് എഴുതേണ്ടത് കേട്ടോ. ഇതൊക്കെ പാദസരം. പാദസരവും എന്നാണ് എഴുതേണ്ടത്. പ്രദക്ഷിണമാണ് വരേണ്ടത്. അണ്ഡകടാഹം. ഓക്കെ, അടുത്തത് അതിഥി. ഒരുപാട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അതിഥി, ആതിഥേയൻ. കണ്ടോ, ആതിഥേയൻ, അതിഥി. ഓക്കെ, അടുത്ത് നോക്കി, അഞ്ജലി. അഞ്ജലി എന്ന് പറയുമ്പോൾ ന്യായും ജായുമാണ് വരേണ്ടത്. ഐകമത്യം, ഐകമത്യവും ഐകകണ്ഠ്യേനയും പിന്നെ ഐകമത്യം അല്ലേ? ഐകമത്യം, ഐക്യകണ്ഠ്യേന. അടുത്ത വിശിഷ്ടൻ. വിശിഷ്ടൻ, ശ്രേഷ്ഠൻ, പ്രേഷ്ഠൻ. കണ്ടോ, നോക്കെ വിശിഷ്ടൻ എന്ന് പറഞ്ഞപ്പോൾ യെസ് ഡായാണ് വരേണ്ടത്. എന്നാൽ ശ്രേഷ്ഠനോ പ്രേഷ്ഠനോ പറഞ്ഞപ്പോഴോ പൂജ്യം ഡായാണ് വന്നിരിക്കുന്നത്. വിശ്വസ്തൻ, അഭിവാഞ്ച. അഭിവാഞ്ച ന്യായും ഇച്ഛായും കൂടാണ്. അതുപോലെ ലാഞ്ചന, ലാഞ്ചന. ലൗകികം, വൈദികം. ലൗകികം, പിന്നെ വൈദികം എന്നൊക്കെ പറയുമ്പോൾ ചുറ്റിക്കെട്ട് വള്ളിയൊന്നും ഇടരുത്. ഇതുപോലെ വേണം എഴുതാൻ. അടുത്ത് നോക്കിയേ, ഹൃദ്വികാരം. ഹൃദ്വികാരം, ജീവച്ഛവം, ഉച്ഛ്വാസം. ഈ ഹൃദ്വികാരം നമ്മൾ പിരിക്കുന്നത് ഹൃത്തധികം വികാരം എന്നാണ്. അതുപോലെ ജീവച്ഛവം ജീവത് അധികം ശവം എന്നാണ് പിരിച്ചെഴുതുന്നത്. ഉച്ഛ്വാസം പിരിക്കുന്നത് ഉത്തധികം ശ്വാസം എന്നാണ്. ഇനി ത്വഗ്രോഗവോ? ത്വഗ്രോഗം. ത്വഗ്രോഗം നമ്മൾ പിരിച്ചെഴുതുന്നത് ത്വഗ് അധികം രോഗം എന്നാണ്. ഇതൊക്കെ പല പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ജനയിതാവ്. ജനയിതാവ്. മടയൻ. മടയൻ എന്ന് പറഞ്ഞപ്പോൾ ഇസ്ഡായാണ് വരേണ്ടത്. നമ്മൾ നേരത്തെ പറഞ്ഞു വിമ്മിട്ടം അല്ലെ? അനുഗ്രഹം. അനുഗ്രഹമാണ്. പതിവ്രത. പതിവ്രതയാണ്. അവധൂതൻ. അവധൂതൻ. ഹാർദമാണ് ശരി, ഹാർദവൻ തെറ്റാണ്. ഐച്ഛികം, അനാച്ഛാദനം. അന്തഛിദ്രം. അന്തഛിദ്രം എന്ന് പറയുമ്പോൾ പണ്ടൊക്കെ നമ്മൾ കുത്തിടുമായിരുന്നു. ഇപ്പൊ ഷാ തന്നെയാണ് എഴുതുന്നത്, അന്തഛിദ്രം. ഇനി ഖഡോൽഖജൻ, ഖണ്ഡാകാരം. ഖണ്ഡാകാരം. അടുത്തത് ചെലവ്. ചിതല്. ചിലവെന്നല്ല പറയേണ്ടത്, ചെലവ്. ചിതൽ എന്നാണ് പറഞ്ഞത്, ചെതലെന്നല്ല കേട്ടോ. അപ്പൊ ചിതല്. അശൗഹിണി. അശൗഹിണി. അശൗഹിണി എന്ന് വെച്ചാൽ ഭയങ്കര ഒരു സേനയാണ് കേട്ടോ. അതില് ആന, കുതിര, കാലാൾപ്പട, തേര് തുടങ്ങിയവയൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. ഇനി അഷ്ടകോണം. പൂജ്യം ഡായാണ്. അഭിവാഞ്ചയും ലാഞ്ചയും നമ്മൾ നേരത്തെ പറഞ്ഞു. അനുഗൃഹീതൻ. 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 അതിഥി നേരത്തെ പറഞ്ഞാണ്. പ്രഭുത്വം തെറ്റാണ് ഇതിനകത്ത് തന്നിരിക്കുന്നത്. പ്രഭുത്വം എഴുതേണ്ടത് പ്രഭു
പ്രഭുത്വം എന്നാണ്. പ്രഭുത്വം കേട്ടോ, പ്രഭുത്വം അങ്ങനെയാണ് എഴുതേണ്ടത്. അപ്പം നമ്മൾ ചെയ്തു വന്നപ്പോൾ തെറ്റിപ്പോയതാണ്. അപ്പൊ പ്രഭുത്വം ഇങ്ങനെയാണ്. മഹത്വം, മഹത്വത്തിന് ഇത്തായാണ് വരേണ്ടത്. സ്ത്രീത്വം, സ്ത്രീത്വം. ഇനി ജഡായു, പീഡനവും ആഢ്യതയും നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ പീഡനം, ആഢ്യത കണ്ടെഴുതിയിരിക്കുന്നത് എങ്ങനെയാണെന്ന്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് മുൻവിനേച്ചത്തിന് ഉദാഹരണം. എന്താണ് മുൻവിനേച്ചത്തിന് ഉദാഹരണം എന്നുള്ളതാണ്. കാണാൻ വന്നു, പറയാൻ വന്നു, പറഞ്ഞു പോയി, പറക വേണം. ഇവിടെ ആൻസർ വന്നിരിക്കുന്നത് പറഞ്ഞു പോയി എന്നുള്ളതാണ്. എന്താണ് പറഞ്ഞു പോയി. അപ്പൊ മുൻവിനേച്ചത്തിന് ഉദാഹരണം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ പറഞ്ഞു പോയി എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ക്രിയ എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് വന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. നമുക്ക് ക്രിയ എന്താണെന്ന് നോക്കാം. എന്താണ് ക്രിയ? ക്രിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഒരു പ്രവൃത്തിയെ കുറിക്കുന്ന ശബ്ദത്തെ പറയുന്ന പേരാണ് ക്രിയ. ഒരു പ്രവൃത്തിയെ കുറിക്കുന്ന ശബ്ദത്തെ പറയുന്ന പേരാണ് ക്രിയ. ഉദാഹരണം നമുക്ക് പറയാം. ഓടുക, പഠിക്കുക, നടക്കുക, ഉണ്ണുക, ഉറങ്ങുക, ഇതെല്ലാം എന്താ? ക്രിയയാണ് അല്ലെ. പ്രവൃത്തിയെ കുറിക്കുന്ന ശബ്ദത്തെ പറയുന്ന പേരാണ് ക്രിയ. ക്രിയ നമ്മൾ അതിന്റെ മാനദണ്ഡം അനുസരിച്ച് പലതായിട്ട് തിരിക്കുകയാണ്. അതിൽ ഒന്നാമത്തത് സകർമ്മക ക്രിയയാണ്. സകർമ്മ ക്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർമ്മമുള്ള ക്രിയയാണ്. കർമ്മമുള്ള ക്രിയയെ പറഞ്ഞ പേരാണ് സകർമ്മ ക്രിയ. ഇനി എന്താണ് കർമ്മം എന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം. അർത്ഥം പൂർണ്ണമാകാൻ കർമ്മത്തിന്റെ ആകാംക്ഷയുള്ള ക്രിയ. ഇതാണ് കറക്റ്റ് ഡെഫിനിഷൻ. എന്താണ്? അർത്ഥം പൂർണ്ണമാകാൻ എന്താവശ്യമുണ്ട്? കർമ്മത്തിന്റെ ആകാംക്ഷയുള്ള ക്രിയ. ഇത് നമ്മൾ കണ്ടുപിടിക്കുന്നത് തന്നിരിക്കുന്ന ക്രിയയോടൊപ്പം ആരെയല്ലോ അല്ലെങ്കിൽ എന്തിനെയെന്നോ നമ്മൾ ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന് ഒരു അർത്ഥം ഉണ്ട് എങ്കിൽ അതെന്തായിരിക്കും? സകർമ്മക ക്രിയ ആയിരിക്കും. ഉദാഹരണം നോക്കിക്കേ. അടിക്കുക. നമുക്ക് ചോദിക്കാലോ ആരെ അടിച്ചു, എന്തിനെ അടിച്ചെന്ന് ചോദിക്കാലോ. അപ്പൊ ആരെയെന്നോ എന്തിനെയെന്നോ അവിടെ ചോദിക്കുമ്പോൾ അതിനൊരു അർത്ഥമുണ്ട്. പിടിക്കുക, ആരെ പിടിച്ചു, എന്തിനെ പിടിച്ചു. എടുക്കുക, ആരെ എടുത്തു, എന്തിനെ എടുത്തു. അപ്പൊ ഇതെന്താണ്? ഇത് സകർമ്മക ക്രിയ ആണ്. ക്ലിയർ ആണല്ലോ. അപ്പൊ സകർമ്മക്രിയ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ആരെയെന്നോ എന്തിനെയെന്നോ ചോദിച്ചു നോക്കിയാൽ മതി. അങ്ങനെ ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന് ഒരു അർത്ഥം ഉണ്ട് എങ്കിൽ അതെന്തായിരിക്കും? സകർമ്മക്രിയ ആയിരിക്കും. ക്ലിയർ അല്ലേ? അടുത്തതിലോട്ട് പോകാം. അടുത്ത എന്താ? അകർമ്മക ക്രിയയാണ്. എന്താണ്? അകർമ്മക ക്രിയയാണ്. അതിന്റെ ഡെഫിനിഷൻ കർമ്മമില്ലാത്ത ക്രിയയാണ് അകർമ്മക ക്രിയ. കർമ്മമില്ലാത്ത ക്രിയയാണ് അകർമ്മക ക്രിയ. അർത്ഥം പൂർണ്ണമാകാൻ കർമ്മത്തിന്റെ ആകാംക്ഷയില്ലാത്ത ക്രിയ എന്ന് പറയാം. അർത്ഥം പൂർണ്ണമാകാൻ കർമ്മത്തിന്റെ ആകാംക്ഷയില്ലാത്ത ക്രിയ. ആരെയെന്നോ എന്തിനെയെന്നോ ചോദിക്കുമ്പോൾ അർത്ഥം അവിടെ ലഭിക്കുന്നില്ല. ആരെയെന്നോ എന്തിനെയെന്നോ ചോദിക്കുമ്പോൾ അർത്ഥം ലഭിക്കുന്നില്ല. ഉദാഹരണം ഓടുന്നു, ചാടുന്നു, ഇരിക്കുന്നു. നമുക്ക് ചോദിച്ചു നോക്കാം. ആരെ ഓടി ചോദിക്കുവോ? എന്തിനെ ഓടി ചോദിക്കത്തില്ലല്ലോ. ഏതെങ്കിലും ഒന്നിന് കിട്ടിയാൽ മതി കേട്ടോ. അപ്പൊ ചാടുന്നു, ആരെ ചാടുന്നു, എന്തിനെ ചാടുന്നു ചോദിക്കാറുണ്ടോ? ഇല്ല. ആരെ ഇരിക്കുന്നു, എന്തിനെ ഇരിക്കുന്നു ചോദിക്കത്തില്ല. അപ്പൊ അതെന്താണ്? അകർമ്മക ക്രിയയാണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത എന്താ? കേവലക്രിയ. എന്താ കേവലക്രിയ? നമ്മൾ സ്വയം ചെയ്യുന്ന ക്രിയ. കർത്താവ് സ്വയം ചെയ്യുന്ന ക്രിയയാണ് കേവലക്രിയ അല്ലേ? ഉദാഹരണമാണ് നോക്കുക. എഴുതുക, നമ്മൾ സ്വയം വലിയ ചെയ്യുന്നത്. പഠിക്കുക, വായിക്കുക, ഉണ്ണുക, ഉറങ്ങുക, ഇതെല്ലാം നമ്മൾ സ്വയം ചെയ്യുന്ന ക്രിയകളാണ്. അപ്പൊ നമ്മൾ സ്വയം ചെയ്യുന്ന ക്രിയയെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? കേവലക്രിയ എന്ന് പറയുന്നത്. അടുത്തത് പ്രയോജകക്രിയ. പ്രയോജകക്രിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ പരപ്രേരണയോട് കൂടി ചെയ്യുന്ന ക്രിയയാണ്. മറ്റുള്ളവരുടെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ചെയ്യുന്നത്. എഴുതിപ്പിക്കുക, പഠിപ്പിക്കുക, വായിപ്പിക്കുക, ഊട്ടുക. നോക്കുക. എഴുതുക എന്നുള്ളതിന്റെ പ്രയോജക രൂപം എഴുതിപ്പിക്കുക. പഠിക്കുക എന്നുള്ളതിന്റെ പ്രയോജക രൂപം പഠിപ്പിക്കുക. വായിക്കുക എന്നുള്ളതിന്റെ പ്രയോജക രൂപം വായിപ്പിക്കുക. ഉണ്ണുക എന്നുള്ളതിന്റെ പ്രയോജക രൂപം ഊട്ടുക. ക്ലിയർ ആയോ? അടുത്ത കാരിതമാണ്. കാരിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേവലക്രിയയിൽ ഇക്ക് എന്ന് ചേർന്ന് വരുന്നതാണ് കാരിതം. കേവലക്രിയ ആയിരിക്കണം, നമ്മൾ സ്വയം ചെയ്യുന്ന ക്രിയ ആയിരിക്കണം. അതിലെന്ത് വരണം? ഇക്കെന്ന് വരണം. ഉദാഹരണം നോക്കിയേ. പഠിക്കുക, നടക്കുക, കളിക്കുക എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇതിനകത്ത് ഇക്കെന്ന് പറയുന്ന അക്ഷരം വന്നില്ലേ? അങ്ങനെയാണെങ്കിൽ അതെന്തായിരിക്കും? കാരിതം. എങ്ങനെയുള്ള ക്രിയ ആയിരിക്കണം? നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുന്ന ക്രിയ ആയിരിക്കണം. അതിലാണ് എന്ത് വരേണ്ടത്? ഇക്കെന്ന് വരേണ്ടത്.
ഓക്കെ, അടുത്ത നോക്കിക്കേ, അകാരിതമാണ്. കേവലക്രിയയിൽ ഇക്ക് ചേർന്ന് വരാത്തതാണ് അകാരിതം. കേവലക്രിയയിൽ എന്ത് വരരുത്? ഇക്കെന്ന് വരരുത്. ഉദാഹരണം നോക്കിയോ, നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുന്ന ക്രിയ ആയിരിക്കണം, അതിൽ ഇക്കെന്ന് പറയുന്ന ഒരു അക്ഷരം വരരുത്. പറയുക, പറയുക, പോകുക, എഴുതുക, ഉണ്ണുക, ഇതൊക്കെ നമ്മൾ സ്വയം ചെയ്യുന്ന ക്രിയകളാ. പക്ഷെ അതിനകത്ത് ഇക്കെന്ന് പറയുന്ന അക്ഷരം ഉണ്ടോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ അതെന്താണ്? അകാരിതം ആണ്. മനസ്സിലായോ? അപ്പൊ നോക്കിക്കേ, കേവലക്രിയയിൽ ഇക്ക് ചേർന്ന് വരുന്നത് കാരിതമാണ്, കേവലക്രിയയിൽ ഇക്ക് ചേർന്ന് വരാത്തത് അകാരിതമാണ്. നമ്മൾ പറഞ്ഞു, സകർമ്മക്രിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ കർമ്മമുള്ള ക്രിയയാണ്. അവിടെ ആര് എന്നോ എന്തിനെ എന്നോ ചോദിക്കുമ്പോൾ അർത്ഥം ലഭിക്കുന്നു. അകർമ്മക്രിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ കർമ്മമില്ലാത്ത ക്രിയയാണ്. അവിടെ ആരെ എന്നോ എന്തിനെ എന്നോ ചോദിക്കുമ്പോൾ അർത്ഥം ലഭിക്കുന്നില്ല. ഓക്കെ അല്ലേ? കാരിതം എന്ന് പറഞ്ഞാൽ കേവലക്രിയ. ഇനി കേവലക്രിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുന്ന ക്രിയയാണ് കേവലക്രിയ. മറ്റൊരാളുടെ സഹായത്തോടു കൂടി ചെയ്യുന്ന ക്രിയയാണ് പ്രയോജക ക്രിയ. കേവലക്രിയയിൽ ഇക്കെന്ന് പറയുന്ന അക്ഷരം വരികയാണെങ്കിൽ കാരിതം, കേവലക്രിയയിൽ ഇക്ക് വന്നില്ല എങ്കിൽ അത് അകാരിതം. ഓക്കെ, അടുത്ത മുറ്റുവിനയും പറ്റുവിനയുമാണ്. മുറ്റുവിനി എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിയയുടെ അർത്ഥത്തെ പൂർണ്ണമായി ഉൾക്കൊള്ളുന്നതും സ്വതന്ത്രമായി നിൽക്കാൻ കഴിവുള്ളതുമായ പൂർണ്ണക്രിയകളെ പറയുന്ന പേരാണ് മുറ്റുവിന. ക്രിയയുടെ അർത്ഥത്തെ പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളുന്നതും സ്വതന്ത്രമായി നിൽക്കാൻ കഴിവുള്ളതുമായ പൂർണ്ണക്രിയകളെയാണ് മുറ്റുവിനി എന്ന് പറയുന്നത്. അതായത് പൂർണ്ണക്രിയകളെ പറയുന്ന പേരാണ് മുറ്റുവിന. ഇവിടെ പറഞ്ഞു കണ്ടു, കേട്ടു, വിരിഞ്ഞു, കരഞ്ഞു എന്നൊക്കെ പറയുന്നു. ഇതെല്ലാം എന്താ? പൂർണ്ണക്രിയകളാണ്. അപ്പൊ പൂർണ്ണക്രിയകളെ പറയുന്ന പേരാണ് മുറ്റുവിന. ഇനി പറ്റുവിന എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വതന്ത്രമായ അർത്ഥമില്ലാത്തതും മറ്റേതെങ്കിലും ശബ്ദത്തെ ആശ്രയിച്ച് നിൽക്കുമ്പോൾ മാത്രം അർത്ഥപൂർത്തി വരുന്നതുമായ അപൂർണക്രിയകളെ പറയുന്ന പേരാണ് പറ്റുവിന. അപ്പൊ സ്വതന്ത്രമായ അർത്ഥം ഇല്ലാത്തതും മറ്റേതെങ്കിലും ശബ്ദത്തെ ആശ്രയിച്ച് നിൽക്കുമ്പോൾ മാത്രം അർത്ഥപൂർത്തി വരുന്നതുമായ അപൂർണ ക്രിയകളെ പറയുന്ന പേരാണ് പറ്റുവിന. ഉദാഹരണം നമുക്ക് പറയാം. കണ്ട, കേട്ട, കരഞ്ഞ, വിരിഞ്ഞ, ഇതൊക്കെ എന്താണ്? പറ്റുവിനയാണ്. ഇത് പൂർണ്ണമല്ല അല്ലേ? കണ്ട, കേട്ട, കരഞ്ഞ, വിരിഞ്ഞ എന്നൊക്കെ പറയുമ്പോൾ അത് പൂർണ്ണമാണോ? അല്ല. എന്നാൽ കണ്ടു, കേട്ടു, വിരിഞ്ഞു, കരഞ്ഞു എന്നൊക്കെ പറഞ്ഞപ്പോഴോ അത് പൂർണ്ണക്രിയകളാണ്. അപ്പൊ പൂർണ്ണക്രിയകളെ നമുക്ക് മുറ്റുവിനെയെന്നും അപൂർണക്രിയകളെ നമുക്ക് എന്ത് പറയാം? പറ്റുവിനെയെന്നും പറയാം. ക്ലിയർ ആയല്ലോ? അടുത്ത ശ്രദ്ധിക്കുക. പറ്റുവിനയുടെ സ്വഭാവം അനുസരിച്ച് ക്രിയയെ രണ്ടായി തിരിക്കുന്നു. ഒന്ന് പേരെച്ചം, രണ്ട് വിനയെച്ചം. പറ്റുവിനയുടെ സ്വഭാവം അനുസരിച്ചാണ് ക്രിയയെ നമ്മൾ രണ്ടായിട്ട് തിരിച്ചത്, പേരെച്ചം എന്നും വിനയെച്ചം എന്നും. പേരെച്ചം എന്ന് പറഞ്ഞാൽ നാമത്തെ ആശ്രയിച്ച് നിൽക്കുന്ന അപൂർണ ക്രിയയെ പറയുന്ന പേരാണ് പേരെച്ചം. നാമത്തെ ആശ്രയിച്ച് നിൽക്കുന്ന അപൂർണക്രിയ. ഇവിടെ ഉദാഹരണം നിങ്ങൾ ശ്രദ്ധിച്ചേ. ഈ കണ്ട, കേട്ട, കരഞ്ഞ, വിരിഞ്ഞ, ഇതെല്ലാം അപൂർണക്രിയകളാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ? ഇത് എന്തിനോടാണ് ചേർന്നിരിക്കുന്നത്? സിനിമ എന്ന് പറയുന്ന നാമത്തോടല്ലേ? കണ്ട സിനിമ, കഥ എന്ന നാമം അല്ലേ? കുട്ടി എന്ന നാമം, വിരിഞ്ഞ പൂവ് എന്ന് പറയുന്ന നാമം. അപ്പൊ ഇതിനോടൊക്കെ ചേർന്ന് നിൽക്കുമ്പോൾ ഇത് നമുക്ക് പേരെച്ചം എന്ന് പറയാം. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അപൂർണക്രിയ ആണോ വന്നിരിക്കുന്നത്, തൊട്ടപ്പുറത്ത് വന്നിരിക്കുന്ന നാമമാണോ ക്രിയയാണോ എന്ന് നോക്കിയാൽ മതി. നാമമാണെങ്കിൽ പേരെച്ചം, ക്രിയയാണെങ്കിൽ വിനയെച്ചം. ഇനി വിനയെച്ചം എന്ന് പറഞ്ഞാൽ ക്രിയയെ ആശ്രയിച്ച് നിൽക്കുന്ന അപൂർണക്രിയയെ പറയുന്ന പേരാണ് വിനയെച്ചം. ഉദാഹരണം നോക്കിക്കേ. തൊഴാൻ പോയി, കുളിച്ചു കുറിയിട്ടു, എറിഞ്ഞു കൊള്ളിച്ചു എന്നൊക്കെ പറയുമ്പോൾ അത് വിനയെച്ചമാണ് കേട്ടോ. അപ്പൊ നോക്കിക്കേ. തൊഴാൻ പോയി, തൊഴാൻ പോയി എന്ന് പറയുമ്പോൾ തൊഴുക എന്നുള്ളത് ക്രിയയാണ്, പോയി എന്നുള്ളത് മറ്റൊരു ക്രിയയാണ്. ഈ തൊഴാൻ എന്നുള്ളത് അപൂർണ ക്രിയയാണ്, പോയി എന്നുള്ളതാണ് ഇവിടുത്തെ പൂർണ്ണക്രിയ. ഇവിടെ കുളിച്ചു കുറിയിട്ടു, കുളിച്ചു കുറിയിട്ടു എന്നുള്ളത് സത്യത്തിൽ വരേണ്ടത് ഇങ്ങനെയാണ്, കുളിച്ച് കുറിയിട്ടു എന്നാണ് വരേണ്ടത്. അപ്പൊ ഒരു പരീക്ഷയ്ക്ക് നമുക്ക് ഇങ്ങനെ വന്നായിരുന്നു, കുളിച്ചു കുറിയിട്ടു. ഇതിൽ പൂർണ്ണക്രിയ ഏത് അപൂർണക്രിയ ഏത് എന്നുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻ വന്നത്. അപ്പൊ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, രണ്ട് ക്രിയകൾ അടുപ്പിച്ച് വന്നാൽ ഇപ്പൊ ഇങ്ങനെ വരുമ്പോ കുളിച്ചു കുറിയിട്ടെന്ന് ചന്ദ്രക്കലയിട്ട് വരികയാണെങ്കിൽ നമുക്കറിയാം അതായിരിക്കും അപൂർണക്രിയ എന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷെ ഇങ്ങനെ രണ്ട് ക്രിയകൾ തരികയാണെങ്കിൽ, കുളിച്ചു കുറിയിട്ടു എന്ന് ഇങ്ങനെ തരികയാണെങ്കിൽ, രണ്ട് ക്രിയകൾ അടുപ്പിച്ച് വന്നാൽ നമ്മൾ ആദ്യം എഴുതുന്ന ക്രിയ ഉണ്ടല്ലോ, കുളിച്ചു എന്ന് പറയുന്ന ക്രിയ, അതെപ്പോഴും എന്തായിരിക്കും? അപൂർണക്രിയ ആയിരിക്കും.
മനസ്സിലായോ പറഞ്ഞത്? രണ്ട് ക്രിയകൾ അടുപ്പിച്ച് വന്നാൽ ആദ്യം എഴുതുന്ന ക്രിയ എപ്പോഴും എന്തായിരിക്കും? അപൂർണക്രിയ ആയിരിക്കും. അപ്പൊ എറിഞ്ഞു കൊള്ളിച്ചു എന്ന് പറഞ്ഞാൽ എറിഞ്ഞു എന്നുള്ളത് എന്താണ്? അപൂർണ ക്രിയയാണ്. എറിഞ്ഞു എന്നുള്ളത് അപൂർണ ക്രിയയാണ്, കൊള്ളിച്ചു എന്നുള്ളത് പൂർണ്ണക്രിയയാണ്. മനസ്സിലായോ പറഞ്ഞത്? അപ്പൊ ക്രിയയെ ആശ്രയിച്ച് നിൽക്കുന്ന അപൂർണ ക്രിയയെ പറയുന്ന പേരാണ്, ക്രിയയെ ആശ്രയിച്ച് നിൽക്കുന്ന അപൂർണ ക്രിയയാണ് എന്ന് പറയുന്നത് വിനേച്ഛം. നാമത്തെ ആശ്രയിച്ച് നിൽക്കുന്ന അപൂർണ ക്രിയയാണ് പേരച്ഛം. മനസ്സിലായോ? അടുത്ത പോയിന്റിലേക്ക് പോകാം. വിനേച്ഛത്തെ നമുക്ക് എത്രയായിട്ട് തിരിക്കാം? 5 ആയിട്ട് തിരിക്കാം. വിനേച്ഛത്തെ എത്രയായിട്ട് തിരിക്കുന്നു? 5 ആയിട്ട് തിരിക്കുന്നു. അതിൽ ഒന്നാമത്തേതാണ് മുൻവിനയച്ഛം. എന്താണ്? മുൻവിനയച്ഛം. പൂർണ്ണക്രിയക്ക് മുൻപ് നടക്കുന്ന അപൂർണക്രിയ. നോക്കിക്കേ, പൂർണ്ണക്രിയക്കാട്ടി മുന്നേ ആയിരിക്കും അവിടെ അപൂർണക്രിയ നടക്കുന്നത്. നോക്കി, എറിഞ്ഞു കൊള്ളിച്ചു എന്ന് പറയുമ്പോ ഇവിടെ കൊള്ളിച്ചു എന്നുള്ളതല്ലേ പൂർണ്ണക്രിയ, എറിഞ്ഞു എന്നുള്ളത് അപൂർണക്രിയല്ലേ? നേരത്തെ പറഞ്ഞില്ലേ? അപ്പം ഈ അപൂർണക്രിയയല്ലേ ആദ്യം നടക്കുന്നത്? എറിഞ്ഞു കൊള്ളിക്കുക എന്ന് പറയുമ്പോൾ എറിയുക എന്നുള്ളതല്ലേ ആദ്യം നടന്നത്? അങ്ങനെയാണെങ്കിൽ പൂർണ്ണക്രിയക്കാട്ടി മുന്നേ അപൂർണക്രിയ നടന്നാൽ അതിന് നമുക്ക് എന്ത് പറയാം? പൂർണ്ണക്രിയക്കാട്ടി മുന്നേ അപൂർണക്രിയ നടന്നാൽ അതിന് നമുക്ക് എന്ത് പറയാം? മുൻവിനേച്ഛം എന്ന് പറയാം. മനസ്സിലായോ പറഞ്ഞത്? അപ്പൊ പൂർണ്ണക്രിയക്കാട്ടി മുന്നേ അപൂർണക്രിയ നടന്നാൽ അതിന് നമുക്ക് എന്ത് പറയാം? മുൻവിനേച്ഛം. ഓക്കെ, ഇവിടെ നോക്കിക്കേ, കുളിച്ചു കുറിയിട്ടു എന്ന് പറഞ്ഞപ്പം കുറിയിട്ടു എന്നുള്ളത് പൂർണ്ണക്രിയയും കുളിച്ചെന്നുള്ളത് അപൂർണക്രിയയല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞു രണ്ട് ക്രിയകൾ അടുപ്പിച്ച് വന്നാൽ ആദ്യം എഴുതുന്ന ക്രിയ എപ്പോഴും അപൂർണക്രിയ ആയിരിക്കും. അപ്പൊ കുളിച്ചു എന്നുള്ളത് ഇവിടുത്തെ അപൂർണക്രിയ, കുറിയിട്ടു എന്നുള്ളത് ഇവിടുത്തെ പൂർണ്ണക്രിയ. അപ്പം ആദ്യം കുളിച്ചു കുറിയിട്ടു എന്ന് പറയുമ്പോൾ ആദ്യം അവിടെ നടന്ന ക്രിയ ഏതാ? കുളിച്ചു എന്നുള്ള ക്രിയയാണ്. അവിടെ പ്രത്യേകമൊന്നുമില്ല, ഇങ്ങനെ വേണം നോക്കി കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. അടുത്ത് നോക്കിക്കേ, പിൻവിനേച്ചാണ്. എന്തായിരിക്കും? മുൻവിനേചം പൂർണ്ണക്രിയക്കാട്ടി മുന്നേ അപൂർണക്രിയ നടക്കുന്നതാണ്. പിൻവിനേചം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണക്രിയക്ക് ശേഷമായിരിക്കും അപൂർണക്രിയ നടക്കുന്നത്. പ്രത്യയം എന്താ? ആൻ എന്നാണ്. പ്രത്യയം എന്താണ്? ആൻ. ഇവിടെ നോക്കിക്കേ, കാണാൻ പോയി, വരാൻ പറഞ്ഞു, ഉണ്ണാൻ ഇരുന്നു. കണ്ടോ, അവിടെ എല്ലാം ആൻ വന്നു. ഇനി നോക്കിക്കേ, കാണാൻ പോയി എന്ന് പറഞ്ഞപ്പം അവിടെ ആദ്യം നടന്ന ക്രിയ ഏതാ? പോയി എന്ന് പറയുന്ന ക്രിയയിൽ ആദ്യം നടക്കുന്നത് പോയി എന്നുള്ളത് ഇവിടുത്തെ എന്താ? പൂർണ്ണക്രിയയല്ലേ? അപ്പൊ പൂർണ്ണക്രിയക്ക് ശേഷമല്ലേ അപൂർണക്രിയ ഇവിടെ നടന്നത്? മനസ്സിലാക്കണേ, പൂർണ്ണക്രിയക്ക് ശേഷമാണ് ഇവിടെ അപൂർണക്രിയ നടക്കുന്നത്. പോയി എന്നുള്ളത് പൂർണ്ണക്രിയ, കാണാനുള്ളത് അപൂർണക്രിയ അല്ലെ? പൂർണ്ണക്രിയക്ക് ശേഷം അപൂർണക്രിയ നടക്കുന്നു. അതാണെങ്കിൽ പിൻവിനേചം. പ്രത്യയം എന്ത് വരും എന്ന് ഓർക്കുക? ആനെന്ന് വരും. വരാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. ഇവിടെ പറഞ്ഞു എന്നുള്ള ക്രിയയാണ് ആദ്യമേ നടന്നത്, പിന്നീടാണ് ഇവിടെ വരുന്നത്. മനസ്സിലായോ? ഉണ്ണാൻ ഇരുന്നു എന്ന് പറയുന്നൊരു ക്രിയ നടന്നു, അതിനുശേഷമാണ് ഉണ്ണുന്നത്. അപ്പൊ പൂർണ്ണക്രിയക്ക് ശേഷമാണ് അപൂർണക്രിയ നടക്കുന്നതെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം? പിൻവിനേചം എന്ന് പറയാം. അടുത്ത് നോക്കിക്കേ, തൻവിനേചം. തൻവിനേചം എന്ന് പറഞ്ഞാൽ പൂർണ്ണക്രിയയും അപൂർണക്രിയയും ഒരുമിച്ച് നടക്കുന്നതാണ്. പ്രത്യയം എ എന്നോ അവയെന്നോ വരും. അപ്പൊ പൂർണ്ണക്രിയയും അപൂർണക്രിയയും ഒരുമിച്ച് നടക്കുന്നതാണ് എന്നു പറയുന്നത്, ഒരുമിച്ച് നടക്കുന്നതാണ് തൻവിനേചം. അവിടെ വരുന്ന പ്രത്യയങ്ങളാണ് എ, അവേ. പോകെ കണ്ടു, പതുക്കെ പോയി, ഉറക്കെ കരഞ്ഞു, മെല്ലവേ നടന്നു. രണ്ടും ഒരുമിച്ച് നടക്കുക. പോകെ കണ്ടു, പോകുന്ന വഴിക്ക് കണ്ടു. പതുക്കെ പോയി, ഉറക്കവേ കരഞ്ഞു അല്ലേ? മെല്ലവേ നടന്നു അല്ലേ? ഇനിയോ നടക്കവേ വീണു. ഇതൊക്കെ ഇതിനകത്ത് വരുന്ന ഇതിനകത്ത് തൻവിനേചം. രണ്ട് ക്രിയകളും ഒരുമിച്ചായിരിക്കും നടക്കുന്നത്. അടുത്ത് നോക്കിക്കേ, നടുവിനേചമാണ്. നടുവിനേചം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കാലം, പ്രകാരം, പുരുഷൻ തുടങ്ങിയ ഉപാധികളെ കൂടാതെ ശുദ്ധ രൂപത്തെ കാണിക്കുന്ന വിനേചമാണ് നടുവിനേചം. അതായത് ക്രിയയുടെ ശുദ്ധരൂപമാണ് ഇവിടെ വരുന്നതെന്ന് ഓർത്തിരുന്നാൽ മാത്രം മതി. ക്രിയയുടെ ശുദ്ധരൂപം. അവിടെ പ്രത്യയങ്ങൾ വരുന്നത് എന്തൊക്കെയാ? പ്രത്യയങ്ങൾ വരും. ഇവിടുത്തെ പ്രത്യയങ്ങളാണ് ആ,
കാ ഉക എന്നൊക്കെ പറയുന്നത്. ആ കാ ഉക. അതായത് കാണ, അതിന്റെ മെസ്സേജ് കാണുക അല്ലെ, കാണുക ഉക. ചെയ്യുക ചെയ്യുക അല്ലെ. ഒരു പ്രത്യേക രീതിയിൽ അവിടെ പോക വേണം, അയാളെ കാണുകയുണ്ടായി, അത് ചെയ്യുക വേണം, ഇങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ അത് എന്ത് വിനയിച്ചുവാ? നടുവിനേച്ചം ആണ്. അടുത്തതാണ് പാക്ഷിക വിനയിച്ചം. പാക്ഷിക വിനയിച്ചം എന്ന് വെച്ച് കഴിഞ്ഞാല് പൂർണ്ണക്രിയ നടക്കണമെങ്കിൽ അപൂർണക്രിയ നടന്നേ മതിയാകൂ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നതാണ് എന്ന് പറയുന്നത് പാക്ഷിക വിനയിച്ചം. പാക്ഷിക വിനയിച്ചം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണക്രിയ നടക്കണമെങ്കിൽ എന്തോ നടന്നിരിക്കണം? അപൂർണക്രിയ നടന്നേ മതിയാകൂ. ഈ അർത്ഥത്തിൽ ഉപയോഗിക്കുന്നതാണ് പാക്ഷിക വിനയിച്ചം. ഇവിടെ വരുന്ന പ്രത്യയങ്ങളാണ് ആല്, ഉകില്, എങ്കില്. ആല്, ഉകില്, എങ്കില്. കണ്ടാൽ പറയാം, കണ്ടാൽ പറയാം. കൊടുക്കുകിൽ കിട്ടും, കൊടുക്കുകിൽ കിട്ടും. കണ്ടെങ്കിൽ പറയാമായിരുന്നു. വിതച്ചാൽ കൊയ്യാം, കൊടുക്കുകിൽ കിട്ടും അല്ലേ. പഠിച്ചാൽ ജയിക്കും എന്നൊക്കെ പറയത്തില്ലയോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന്റെ പാക്ഷിക വിനയിച്ചം എന്ന് പറയുന്നു. അവിടെ വരുന്ന പ്രത്യയങ്ങള് ആല്, ഉകില്, എങ്കില് എന്നിവയാണ്. അപ്പൊ നമുക്ക് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്തു നിന്നായിരുന്നു. അതായത് വിനയിച്ചം എന്ന് പറയുന്ന ഒരു ഭാഗത്ത് നിന്നാണ് വന്നത്. വിനയിച്ചത്തെ നമ്മൾ 5ആയിട്ട് തിരിച്ച ആ ഒരു ഭാഗത്ത് നിന്നായിരുന്നു ആ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ വിനയിച്ചം പറയുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? ഈ ക്രിയ എന്താണെന്നും അതിന്റെ മറ്റു കാര്യങ്ങളും ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. നമുക്ക് ആ ക്വസ്റ്റ്യനിലേക്ക് പോകാം. മുൻവിനയിച്ചത്തിന് ഉദാഹരണമാണ് ചോദിച്ചിരിക്കുന്നത്. മുൻവിനയിച്ചത്തിന് ഉദാഹരണം. മുൻവിനയിച്ചം എന്ന് പറയുമ്പോൾ പൂർണ്ണക്രിയയെ കാട്ടി മുന്നേ ആയിരിക്കണം അപൂർണക്രിയ നടക്കേണ്ടത്. പൂർണ്ണക്രിയ എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? പോയി എന്നാണ്. പോയി അല്ലേ, പൂർണ്ണക്രിയ പോയി. അപൂർണക്രിയയാണ് എന്താ? പറഞ്ഞു. അപൂർണക്രിയയാണ് പറഞ്ഞു. അപ്പം പൂർണ്ണക്രിയക്കാട്ടി മുന്നേ എന്തോ നടന്നു? അപൂർണക്രിയ നടന്നു അല്ലേ. പോയി പറഞ്ഞു. അങ്ങനെ പറയുന്നത് പോയി പറഞ്ഞു ഇല്ലേ. പോയി എന്നുള്ളത് പൂർണ്ണക്രിയ. ആ പൂർണ്ണക്രിയ നടക്കുന്നതിന് മുൻപ് പറഞ്ഞു എന്നുള്ളൊരു ക്രിയ നടന്നു. പറഞ്ഞു, പറഞ്ഞ് പോയി, പറഞ്ഞിട്ട് പോയി എന്നുള്ള രീതിയിൽ ഓർത്തിരിക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ പൂർണ്ണക്രിയക്കാട്ടി മുന്നേ എന്തോ നടന്നു? അപൂർണക്രിയ നടന്നു. അപ്പൊ ഈ പറഞ്ഞു പോയി എന്നുള്ളത് രണ്ട് ക്രിയകൾ അടുപ്പിച്ച് വരുമ്പോൾ ആദ്യത്തെ ക്രിയ എപ്പോഴും എന്താണെന്ന് പറഞ്ഞു? അപൂർണക്രിയയാണെന്ന് പറഞ്ഞു. അപ്പൊ ആ അപൂർണക്രിയയാണ് അവിടെ ആദ്യം നടന്നത്, പൂർണ്ണക്രിയക്കാട്ടി മുന്നേ. അങ്ങനെയാണെങ്കിൽ അത് മുൻവിനയിച്ചം. ഇനി ഓപ്ഷൻ നോക്കിക്കേ. കാണാൻ വന്നു, പറയാൻ വന്നു. നമ്മൾ പറഞ്ഞു ആൻ. ആൻ വന്നു കഴിഞ്ഞാൽ അതെന്താണ്? പിൻവിനയിച്ചം. ആൻ വന്നു കഴിഞ്ഞാൽ അതെന്താണ്? പിൻവിനയിച്ചം. ഇനി പറക വേണം, പറക. ആ കാ ഉക. ആ കാ ഉക വന്നു കഴിഞ്ഞാല് അത് നടുവിനയിച്ചം. നടുവിനയിച്ചത്തിലാണ് ആ, കാ, ഉക എന്നിവ വരുന്നത്. ഓക്കെ. അപ്പം ഇത്രയും കാര്യങ്ങൾ വിനയിച്ചവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയോ? അപ്പൊ എന്താണ് ക്രിയ? ഒരു പ്രവൃത്തിയെ കുറിക്കുന്ന ശബ്ദമാണ് ക്രിയ. ക്രിയയെ നമ്മൾ അതിന്റെ മാനദണ്ഡം അനുസരിച്ച് പലതായിട്ട് തിരിച്ചു. അതിൽ ഒന്നാമത്തേതാണ് സകർമ്മക്രിയ, അകർമ്മക്രിയ. സകർമ്മക്രിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? കർമ്മമുള്ള ക്രിയയാണ് സകർമ്മക്രിയ. കർമ്മമില്ലാത്ത ക്രിയയാണ് അകർമ്മക്രിയ. ഇനി സകർമ്മ കണ്ടുപിടിക്കുന്നത് ആരെ അല്ലെങ്കിൽ എന്തിനെ എന്ന് ചോദിക്കുമ്പോൾ അർത്ഥം ലഭിക്കുന്നുണ്ടെങ്കിൽ സകർമ്മക്രിയ, ഇനി അർത്ഥം ലഭിച്ചില്ല എങ്കിലോ അകർമ്മക്രിയ അല്ലേ. പിന്നെ നമ്മൾ പറഞ്ഞു കേവലക്രിയ, പ്രയോജകക്രിയ. നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുന്ന ക്രിയ ആണെങ്കിൽ അത് കേവലക്രിയ. മറ്റൊരാളുടെ സഹായത്തോടു കൂടിയാണ് ചെയ്യുന്നതെങ്കിൽ പ്രയോജകക്രിയ. കേവലക്രിയയിൽ ഇക്ക് എന്ന് പറയുന്നൊരു അക്ഷരമുണ്ട് എങ്കിൽ അത് കാരിതം. കേവലക്രിയയിൽ ഇക്ക് വന്നില്ല എങ്കിൽ അത് അകാരിതം. പൂർണ്ണക്രിയയാണെങ്കിൽ മുറ്റുവിന, അപൂർണക്രിയയാണെങ്കിൽ പറ്റുവിന. പറ്റുവിനയുടെ സ്വഭാവം അനുസരിച്ച് ക്രിയയെ നമ്മൾ വീണ്ടും രണ്ടായിട്ട് തിരിച്ചു. പേരച്ചമെന്നും വിനയിച്ചമെന്നും. നാമത്തെ ആശ്രയിച്ചു നിൽക്കുന്ന അപൂർണക്രിയയെ പേരച്ചമെന്നും ക്രിയയെ ആശ്രയിച്ചു നിൽക്കുന്ന അപൂർണക്രിയയെ വിനയിച്ചമെന്നും പറയുന്നു. വിനയിച്ചത്തെ 5ആയി തിരിക്കുന്നു. മുൻവിനയിച്ചം, പിൻവിനയിച്ചം, തൻവിനയിച്ചം, നടുവിനയിച്ചം, പാക്ഷിക വിനയിച്ചം. എന്താണ് മുൻവിനയിച്ചം? നാമത്തെ ആശ്രയിച്ചു നിൽക്കുന്ന അപൂർണക്രിയയെ
മുൻവിനേച്ചം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണക്രിയക്കാട്ടി മുന്നേ അപൂർണക്രിയ നടക്കുന്നതാണ് മുൻവിനേച്ചം, പ്രത്യയം ഇല്ല. പിൻവിനേച്ചം എന്നാൽ പൂർണ്ണക്രിയക്ക് ശേഷമാണ് അപൂർണക്രിയ നടക്കുന്നത്, പ്രത്യയം ആനാണ്. തൻവിനേച്ചം എന്ന് വെച്ചാൽ പൂർണ്ണക്രിയയും അപൂർണക്രിയയും ഒരുമിച്ച് നടക്കുന്നതിന് പറയുന്ന പേരാണ് തൻവിനേച്ചം. അവിടുത്തെ പ്രത്യയമാണ് ഏ അവേ. നടുവിനേച്ചം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിയയുടെ ശുദ്ധമായ രൂപം വരുന്നതാണ് നടുവിനേച്ചം. അവിടെ വരുന്ന പ്രത്യയങ്ങളാണ് ആ, ക, ഉക. അടുത്ത എന്താ പാക്ഷിക വിനേച്ചം. പൂർണ്ണക്രിയ നടക്കണമെങ്കിൽ അപൂർണക്രിയ നടന്നേ മതിയാകൂ. ഈ അർത്ഥത്തിൽ ഉപയോഗിക്കുന്നതാണ് പാക്ഷിക വിനേച്ചം. അവിടെ വരുന്ന പ്രത്യയങ്ങൾ എന്തൊക്കെയാ പാക്ഷിക വിനേച്ചത്തില്? ആല്, ഉകില്, എങ്കില്. അപ്പം നമ്മൾ കഴിഞ്ഞ തവണ LP-UPക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് പറഞ്ഞത്. ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.